പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന ആളുകളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വഴിയിൽ പരിചയപ്പെടുത്താം. അതിനപ്പുറത്ത് വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ്, ഇതൊരു വലിയ മാറ്റത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ ഒരു കാറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഒരു സംരംഭത്തെ ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നേരിട്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. സെഷൻ്റെ പേര് തലക്കെട്ട് നിങ്ങളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന കഥ പറയാം എന്നാണ്. യാത്രയെക്കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായൊരു ആവേശമാണ് ഞങ്ങൾക്കെല്ലാവർക്കും. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യത്തിൽ ആത്യന്തികമായി എല്ലാ മനുഷ്യരും യാത്രികരാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ യാത്ര പോകുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു പ്രത്യാശാസ്ത്രപരമായ ഉത്തരം പറയാൻ ഒരു യാത്രക്കാരനും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ബ്രിട്ടീഷ് യാത്രികനായ ഒരു ബ്രൂസ് ചാറ്റ്വിൻ ഉണ്ട്. ബ്രൂസ് ചാറ്റ്വിൻ പാറ്റഗോണിയ മുതൽ കോഴിക്കോട് വരെ യാത്ര ചെയ്തൊരു മനുഷ്യനാണ്. 49ാമത്തെ വയസ്സിൽ അദ്ദേഹം എയ്ഡ്സ് ബാധിച്ച് മരിച്ച ആളാണ്. ബ്രൂസ് ചാറ്റ്വിൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അനാറ്റമി ഓഫ് റെസ്റ്റ്ലെസ്നെസ് എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചാറ്റ്വിൻ പറഞ്ഞത് മനുഷ്യൻ്റെ റെസ്റ്റ്ലെസ്നെസ് എന്നാണ്. റെസ്റ്റ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ മലയാളീകരിക്കുക എന്ന് ചോദിച്ചാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊറുതികേട് എന്നാണ് പറയുക. മനുഷ്യൻ്റെ പൊറുതികേടുകളാണ്. ഇരിക്കുന്ന വീട് പൊറുതി തരാതാകുമ്പോൾ ഇറങ്ങി പുറപ്പെടുന്ന യാത്രകൾ ഉണ്ടാവാം. ജോലി ചെയ്യുന്ന ഇടം പൊറുതികേടുണ്ടാക്കുമ്പോൾ ഇറങ്ങി പുറപ്പെടുന്ന യാത്രകൾ ഉണ്ടാകാം. ഇങ്ങനെ നിരന്തരമായി മനുഷ്യനെ യാത്രികനാക്കുന്നത് ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് ആണ്. അതൊരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പോകുന്ന യാത്രകൾ മുഴുവൻ നമ്മളുടെ ഒരു യാത്രയെ എന്തിന് ഇഷ്ടപ്പെടണമെന്ന് വ്യക്തിപരമായി അതല്ലെങ്കിൽ പ്രത്യാശാസ്ത്രപരമായി നിർവചിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു യാത്രികൻ എന്ന് പറയുന്ന ഒരു സാധനം ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പം ഞാൻ ദീർഘിച്ചു ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ന് നിങ്ങളോട് ഇവിടെ സംവദിക്കുന്നത് നിങ്ങൾക്കറിയാം, PT മുഹമ്മദ്. അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്കിടയിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കശ്മീരിലെയും ഹരിയാനയിലെയും ഗ്രാമങ്ങളിലൂടെ പച്ചയായ മനുഷ്യൻ്റെ ജീവിത വഴികളിലൂടെ അദ്ദേഹം നടത്തിയ യാത്രകൾ, ആ യാത്രകളിൽ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞ കഥകൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇപ്പം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. PT ആണ് നമ്മുടെ കൂടെയുള്ള ഒരതിഥി. ഒന്ന് മുജീബ്. നിങ്ങൾക്കറിയാം, മീഡിയ വണ്ണിലെ ട്രാവലേഴ്സ് കഫേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചിതനാണ് മുജീബ് റഹ്മാൻ. മീഡിയ വണ്ണിൽ ജോലി ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ജോലി തന്നെ യാത്രയായി മാറിയ മുജീബ്ക്കയാണ് മറ്റൊരു അതിഥി. അപ്പോൾ നമുക്ക് PT-യിൽ നിന്ന് തുടങ്ങാം. ഈ സാധാരണ ഒരുപാട് ആരോട് ചോദിക്കുകയാണെങ്കിലും ഒരു ക്ലീശേ ചോദ്യങ്ങളുണ്ടാവും. എന്താണ് യാത്ര, എന്നാ തുടങ്ങിയത്? സത്യം പറഞ്ഞാൽ യാത്ര പുറപ്പെടുക എന്നുള്ളത് ഒരു വലിയ ഒരു വലിയ പ്രതിസന്ധിയാണ് പല ആളുകൾക്കും. ആരുടെയൊക്കെ സമ്മതം വാങ്ങണം? കെട്ടിയോന് ഒരിക്കലും ഒരു യാത്ര പോകാനുള്ള സമ്മതം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ അനവധി കെട്ടുപാടുകളിൽ ബന്ധിപ്പിക്കപ്പെട്ട മനുഷ്യൻ
ഈ ബന്ധങ്ങളെ മുഴുവൻ കെട്ട് അഴിച്ചിട്ടിട്ട് വേണം ഒന്ന് യാത്ര പോയി തുടങ്ങാൻ. ഇത് ഒരു വട്ടം പൊട്ടിയാൽ മതി, പിന്നെ ഇതിങ്ങനെ പോകും. എൻ്റെ ഒക്കെ അനുഭവം ഞാൻ പറയാം. അപ്പോൾ PT-യുടെ യാത്ര ശരിക്ക് ഈ ബന്ധങ്ങളെങ്ങനെയാണ്, അതിന് തടസ്സമുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ആ തടസ്സങ്ങളെ എങ്ങനെയാണ് നേരിട്ടത് എന്നാണ് ആദ്യത്തെ എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ഞാൻ അവിചാരിതമായി ഒരു യാത്രികനായ ആളാണ്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ അസംബ്ലിയിൽ നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, സമ്പൂർണവും വൈവിധ്യപൂർണവുമായ എൻ്റെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് 4ാമത്തെ വാചകമാണ് പ്രതിജ്ഞയിലെ. പക്ഷേ അന്നൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന് ഇത്രമേൽ പ്രൗഢമായൊരു പാരമ്പര്യവും സംസ്കാരവും ചരിത്രവും ഉണ്ടെന്ന് അന്നൊരു പക്ഷേ നമുക്ക് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ആയിരുന്നു യാത്ര. ആ യാത്ര പ്ലാൻ ചെയ്ത ദിവസത്തിൻ്റെ തൊട്ട് തലേന്നാണ് മുടങ്ങിയത്. അപ്പം ഞാൻ അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നൊന്നും കരുതിയ ആളല്ല. പക്ഷേ ഇങ്ങനൊരു യാത്ര തരപ്പെട്ടപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സംസ്കാരങ്ങളും അവിടുത്തെ ചരിത്രങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു. പക്ഷെ മുടങ്ങിയൊരു സാഹചര്യത്തിൽ ഞാൻ കരുതി എങ്ങനെയെങ്കിലും യാത്രകൾ തുടരണം. അങ്ങനെയാണ് എൻ്റെ യാത്ര ആരംഭിച്ചത്. ഞാൻ ഡൽഹിയിൽ ആദ്യമായിട്ടൊരു ജോലിക്ക് വന്ന് അങ്ങനെ ആ ജോലിയിൽ നിന്ന് ഒഴിവ് ദിവസങ്ങളിൽ ശനി ഞായറൊക്കെ ദിവസങ്ങളിൽ ഗ്രാമങ്ങളിലൂടെ ഇറങ്ങി പുറപ്പെടുകയും അങ്ങനെ യാത്രകൾ ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഇതുവരെ ഞാൻ നേരിട്ടിട്ടില്ല എന്നതാണ് അതിൻ്റെ ഉത്തരമായി പറയാനുള്ളത്. PT-യുടെ ഒരു അനുഭവത്തിലൂടെയാണത് ആ ചോദ്യത്തെ കവർ ചെയ്തത്. ഇബ്നു ബത്തൂത്ത ലോക സഞ്ചാരിയായിരുന്നു. അദ്ദേഹം എത്താത്ത ഇടങ്ങളുണ്ടായിരുന്നില്ല. ഇബ്നു ബത്തൂത്തയുടെ ഒരു വരിയുണ്ട്, നിങ്ങൾ നിരന്തരമായി യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര നിങ്ങളൊരു കഥാകാരനാക്കും എന്നാണ്. PT-യെ ബത്തൂത്ത പറഞ്ഞതുപോലെ നിരന്തരമായ യാത്രകളാണോ ഇങ്ങനെ കഥ പറയാം എന്നുള്ള ഒരു വീഡിയോ ബ്ലോഗിലേക്ക് നയിച്ചത്, അതോ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ യാത്രകൾക്ക് ഇറങ്ങിയതായിരുന്നു? ഇബ്നു ബത്തൂത്ത പറയുന്നത് യാത്രകൾ നിങ്ങളെ ആദ്യം ഒരു മൗനിയാക്കും, പിന്നീടൊരു കഥ പറച്ചിലുകാരനാക്കും എന്നാണ്. ഞാൻ 2021 യാത്ര ആരംഭിച്ച് 2023 വരെ മൗനിയായിരുന്നു. 2023 ഞാൻ ആദ്യമായിട്ടൊരു കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഉത്തരേന്ത്യയിൽ വിവിധ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ നമ്മുടെ നാട്ടിലൊരു 10ഓ 50ഓ അല്ലെങ്കിൽ 100ഓ വർഷങ്ങൾക്ക് മുൻപ് കാണാൻ സാധിക്കുന്ന, അങ്ങനെ മാത്രം സാധിച്ചേക്കാവുന്ന കുറേ കാര്യങ്ങൾ ഉത്തരേന്ത്യയിലെ ഈ ഗ്രാമങ്ങളിൽ നമ്മൾ നേരിട്ട് കാണുകയാണ്. ഞാൻ ആദ്യത്തെ കഥ പറയുന്നത് ചാണകത്തെക്കുറിച്ചാണ്. ഇത് ചാണകമാണ്, ഉത്തരേന്ത്യക്കാരുടെ വിറകാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കഥ പറയാം, അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ ചെയ്തു വന്നപ്പോൾ ഉത്തരേന്ത്യയിൽ പൊതുവെ എരുമകളുടെ ചാണകവും അതിലേക്ക് അവരുടെ ഗോതമ്പിൻ്റെ വൈക്കോലും ഒക്കെ മിക്സ് ചെയ്ത് അതൊരു പത്തിരി പോലെ പരത്തി അത് ഉണക്കാനിട്ട് അതുപയോഗിച്ച് വിറകായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നും ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും, ഒട്ടുമിക്ക എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോഴും ആളുകൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് ചാണകത്തിൻ്റെ വിറക് ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത്. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊരു പക്ഷേ ഒരു പുതിയ അനുഭവമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ കഥ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ആളുകളൊക്കെ അതിൽ കമൻ്റ് ചെയ്തു. നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു ഇത്. ഇതിന് നമ്മുടെ ചാണക വരളി എന്നൊക്കെയാണ് പറയാറുള്ളത്. തമിഴ്നാട്ടിൽ ചാണക വരട്ടി എന്ന് പറയും. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതൊരു പുതിയ കാഴ്ചയാണ്. ഇങ്ങനെ ഒരു ചാണകം എങ്ങനെ വിറകാകുന്നു എന്ന ഒരു പുതിയ അനുഭവമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ കഥ പറഞ്ഞു തുടങ്ങിയത്. ഉത്തരേന്ത്യ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഞാൻ പ്രതിജ്ഞ എടുത്തപ്പോൾ പറഞ്ഞതുപോലെ സംസ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായൊരിടമാണ്. ഇബ്നു ബത്തൂത്ത ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ വരിക മാത്രമല്ല, അന്ന് ഡൽഹി ഭരിച്ചിരുന്ന തുഗ്ലക്കിൻ്റെ ന്യായാധിപനായിട്ട് 5 വർഷം വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെയുള്ളൊരു സാഹസിക സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയുടെ പുസ്തകത്തിൽ, റിഹില എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയിലെ കട്ടിലുകളെക്കുറിച്ച്. നമ്മുടെ ഉത്തരേന്ത്യയിൽ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ആളുകൾ കട്ടിലെന്ന് ഉപയോഗിക്കുന്നത്, നമ്മുടെ നാട്ടിലെ കട്ടിൽ ബെഡ് സംവിധാനങ്ങൾ പൊതുവെ ഈ ഗ്രാമങ്ങളിലൊന്നുമില്ല. പകരം ചാർപ്പായി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ചാർപ്പായി എന്ന് പറഞ്ഞാൽ, പായ് എന്ന് പറഞ്ഞാൽ കാല് എന്നാണ് അർത്ഥം. ചാർപ്പായി 4 കാലുള്ളത് എന്നാണ് അതിനർത്ഥം. ഈ 4 കാലുകളും അതിൻ്റെ മുകളിൽ കയറുകൊണ്ട് ബന്ധിച്ച് കയറും നെയ്തെടുത്ത് ഒരു കട്ടിലായിട്ട് ഉപയോഗിക്കുന്ന, ഇന്നും നിങ്ങൾക്കൊരു പുരാതനമായൊരു ഫീല് നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും വീടുകളിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ സെർച്ച് ചെയ്ത് കൊണ്ടുവന്നോളൂ. ചാർപ്പായി എന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാരുടെ കട്ടിലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. അതേക്കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് ഏകദേശം 5000 വർഷത്തെ ചരിത്ര പാരമ്പര്യം ഈ കട്ടിലിനുണ്ട് എന്ന് മനസ്സിലായത്. ഇബ്നു ബത്തൂത്ത പറയുന്നത് ഇന്ത്യയിലെ കട്ടിലുകൾ വളരെ ഭാരം കുറഞ്ഞവയാണ്. അനായാസം ഒരാൾക്ക് തന്നെ അത് ചുമന്നു കൊണ്ടുപോകാനാകും. സാധാരണ ഒരിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ കുടുംബത്തോടൊപ്പമുള്ള അടിമയാണ് ഈ കട്ടിൽ വഹിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1300കളിൽ തുഗ്ലക്ക് ഭരിക്കുന്ന, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമ്മുടെ രാജ്യം ഭരിക്കുന്ന, ഡൽഹി ഭരിക്കുന്ന കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ ഇബ്നു ബത്തൂത്തയുടെ ഇത് വായിച്ചാൽ മതി. അതിൽ ഈ കട്ടിലിനെ കുറിച്ച് പറയുന്നു. ഈ കട്ടിലിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ ഈ ബെഡിൻ്റെ ഒരു ഇതെന്താ, ബെഡ് ഇപ്പോൾ പുതിയ ബെഡുകളുടെയൊക്കെ പരസ്യം വരുമ്പോൾ അതിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്കനുസരിച്ച് വഴങ്ങിത്തരിക എന്നതാണ് ബെഡ് ചെയ്യുന്ന പ്രോസസ്സ്. ഈ ചാർപ്പായി കട്ടിലുകൾ ചെയ്യുന്നത് അത് കിടക്കുന്നയാൾക്കനുസരിച്ച് സ്വയം പരുവപ്പെടും എന്ന് ഇബ്നു ബത്തൂത്ത തൻ്റെ റിഹിലയിൽ പരാമർശിക്കുന്നുണ്ട്. 1300കളിലാണ് ഇബ്നു ബത്തൂത്ത നമ്മുടെ രാജ്യം സന്ദർശിക്കുന്നത്. അങ്ങനെ പ്രൗഢമായ, ഒട്ടേറെ പ്രൗഢവും ഗംഭീരവുമായ ഒരു സംസ്കാരവും പാരമ്പര്യവും നമ്മുടെ രാജ്യത്തിനുണ്ട്. അങ്ങനെ ആ കഥകളിലേക്ക് യാത്ര ചെയ്യുക എന്നതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുജീബ് കയിലേക്ക് വരുമ്പോൾ, മുജീബ് കയുടെ യാത്രയുടെ ഒരു തുടക്കം ശരിക്ക് ഏത് കാലഘട്ടത്തിലായിരുന്നു? ഇപ്പോൾ അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. യാത്ര, പുതിയ കാലത്ത് യാത്ര ഒരു വൈബാണ്. ഈ റീലുകൾ, ഇൻസ്റ്റഗ്രാം, സ്റ്റാറ്റസ്, സ്റ്റോറിയൊക്കെ വന്ന കാലത്ത്. എന്നാൽ അതിനു മുമ്പേ മുജീബ് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കാൻ കാരണം. ഏത് കാലത്താണ് മുജീബ് കയുടെ യാത്ര, എങ്ങനെയാണ് ആ യാത്ര തുടങ്ങാൻ കാരണം എന്നുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ ഈ പി ടിയുടെയും ഷാഫിയുടെയും ഒക്കെ കഥകൾ അങ്ങനെ കേട്ട് അതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ യാത്രകൾ തുടങ്ങുന്നത് 2000-ലാണ് എന്നുള്ളതാണ്. 2000-ൽ ഞാൻ ഡിഗ്രി കഴിയുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇന്ത്യ കാണണം എന്നൊരു മോഹം തോന്നി. അങ്ങനെ അതിനെന്താ വഴി എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിക്കും. ആളുകളൊക്കെ നാട് വിട്ടു പോകുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നാട് വിടുമ്പം കയ്യിൽ അതിനുള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഒരു വരുമാനം കൂടി വേണം എന്ന് ആലോചിക്കുകയും, അങ്ങനെ ഇന്ത്യൻ റെയിൽവേയിൽ 2000-ൽ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായി പെട്രോൾ AC കോച്ചിലെ ബെഡ്രോൾ സപ്ലയറെ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ബെഡ്രോൾ സപ്ലയറുടെ ജോലി ഏറ്റെടുത്തു. സാധാരണ ഈ വർഷം ഞാൻ ഓർക്കാറില്ല, എനിക്ക് എന്താ അറിയില്ല, അത് ഓർമ്മ കിട്ടാറില്ല. ഇത് ഞാൻ ഓർക്കാനുള്ള കാരണം 2000-ൽ ഞാൻ ആ ജോലിയിൽ കയറി. 2001-ലൊക്കെ ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ഓർക്കാൻ കാരണം 111 എന്ന് ഞാൻ അന്ന് വൗച്ചർ എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ പെട്രോൾ സപ്ലയറുടെ ജോലി എടുക്കുമ്പോഴുള്ള സുഖം, സതേൺ റെയിൽവേയുടെ കോയമ്പത്തൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള ട്രെയിനുകളിലാണ് ജോലി ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും പോകണമെങ്കിൽ തീവണ്ടി തന്നെ ജോലി കിട്ടണം. അതാണ് എല്ലായിടത്തേക്കും പോണതായുള്ളൊരു വണ്ടി ഉള്ളത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ ജോലി ഏറ്റെടുത്തു. അങ്ങനെ കൊച്ചിയിൽ നിന്ന് പറ്റ്നയിലേക്ക്, കൊച്ചിയിൽ നിന്ന് നിസാമുദ്ദീനിലേക്ക്, കോയമ്പത്തൂരിൽ നിന്ന് രാജ്കോട്ടിലേക്ക്, അങ്ങനെ പല ദിക്കുകളിലേക്കുള്ള തീവണ്ടിയിൽ AC കോച്ചിലൊരു അറ്റൻഡറുടെ ജോലിയുമായിട്ട് അങ്ങനെ പോയി. ആ ജോലിക്കിടയിൽ കിട്ടുന്ന ഇടവേളകളിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആഗ്ര കൻ്റോൺമെൻറ്റ് എന്ന സ്റ്റേഷനിൽ ഇറങ്ങും. AC കോച്ചിൻ്റെ നമ്മുടെ അതിലുള്ള AC മെക്കാനിക്കും റെയിൽവേയുടെ സ്റ്റാഫ് ഉണ്ടാവും. അവർ പറഞ്ഞു, നീ അവിടെ ഇറങ്ങിക്കോ, തിരിച്ചു വരുമ്പോൾ കയറിയാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളും.
അങ്ങനെ ഇറങ്ങിയിട്ട് അടുത്ത ഗ്രാമങ്ങളിലേക്ക് അങ്ങനെ പോകും. അപ്പം ഞാൻ സത്യത്തിൽ ഇത് ആലോചിച്ചത് പി ടി പറഞ്ഞ ചാർപ്പായിയും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളും അന്ന് യഥാർത്ഥത്തിൽ നമ്മൾ നേരിൽ കാണുകയും അത് അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അതിലൊരു പുതുമയുണ്ട് എന്ന് പറഞ്ഞ് കഥ പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മൾക്ക് അന്ന് തോന്നിയിട്ടില്ല. പിന്നീട് കഥ പറയാൻ തുടങ്ങിയ കാലം പി ടിയുടെ കാലമാണ്. അത് 2022 മാത്രം തുടങ്ങിയതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും മനോഹരമായ കാര്യം ഒരു വർഷത്തെ മൗനമാണ് അദ്ദേഹത്തെ പിന്നീട് വാചാലനാക്കിയത്. നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു സംഗതി കാണുമ്പം തന്നെ ഹായ് ഗായ്സ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം ഒന്ന് ഇരുന്ന് ആലോചിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കിട്ടാവുന്നിടത്തോളം ഡാറ്റ കളക്ട് ചെയ്തിട്ട് പി ടി അത് വളരെ സരസമായും ലളിതമായും മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നിടത്താണ് ആ കഥാപറച്ചിലിന് കേൾവിക്കാരുണ്ടായത്. അത് ഒരർത്ഥത്തിൽ വിജയിച്ചത്. പലതരത്തിലുള്ള പല തലമുറകളെ ഒരുപോലെ സ്വാധീനിക്കാൻ പി ടിയുടെ ആ പറച്ചിലിന് സാധിച്ചു. ചാണകം കൊണ്ടുള്ള ചാണകവരട്ടിയും ചാണകവരളിയും ഒക്കെ ഞാൻ ഈ പറയുന്ന കാലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഇതൊരു പുതിയ കാഴ്ചയാണല്ലോ, ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നാട്ടിലുള്ള ആളുകൾക്ക് കൂടി ഇത് പറഞ്ഞു കൊടുക്കണമോ എന്ന ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ നമ്മളത് എഴുതി വെക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് അതിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നിടത്താണ് പി ടിയുടെ കഥ പറച്ചിലിൻ്റെ ഒരു വിജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ യാത്രകൾ അവിടെ നിന്ന് തുടങ്ങിയെങ്കിലും പിന്നീട് ജോലി ആവശ്യാർത്ഥം ഡൽഹിയിലേക്ക് എത്തുന്നു. ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പ് കാലം എല്ലാവരും കേരളത്തിലെ പല സ്ഥലങ്ങളും തിരഞ്ഞെടുത്തപ്പോൾ അവസാനം വരെ കാത്തിരുന്നിട്ട് എവിടെ ഇൻറ്റേൺഷിപ്പ് നീ എവിടെയും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിയിലേക്ക് പോകാം. അങ്ങനെ എൻ്റെ ഇൻറ്റേൺഷിപ്പ് എനിക്ക് ചെയ്യാൻ കിട്ടിയത് രാജ്യസഭ ടി വിയിലായിരുന്നു ഡൽഹിയിൽ. അതൊരു വലിയ അനുഭവമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിലേക്കും ഒരുപാട് വേദികളിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റിയ ഒരവസരമായിട്ട് അത് കിട്ടി. പിന്നീട് ഡൽഹി ബ്യൂറോയിൽ ജോലി ചെയ്യാൻ പറ്റി. ഡൽഹി ബ്യൂറോയിൽ ജോലി ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഹരിയാനയിലേക്കും പഞ്ചാബിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള അവസരം കിട്ടി. മീഡിയ വൺ ചാനലിൻ്റെ തുടക്കത്തിലാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഫയൽ വിഷ്വൽസ് എടുത്തു വെക്കേണ്ടതുണ്ട്, ആർക്കൈവ്സിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചോരയിലൂടെ ഇതിങ്ങനെ ഒഴുകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമുക്ക് പറയുന്ന ഒരു പൊറുതികേടുണ്ടല്ലോ, നാട് കാണണം, എവിടേക്കുള്ള ആളുകളെ കാണണം എന്ന തോന്നൽ കൊണ്ട് ആ റിസ്ക് ഏറ്റെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദിക്കിലേക്കും ചെന്ന് അവിടങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്നു. പിന്നീട് ഇലക്ഷനുകൾ വരും. പഞ്ചാബിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പോയത് പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാർ മാറി ആം ആദ്മി സർക്കാർ, ഭഗവത് മന്നിൻ്റെ സർക്കാർ വരുന്ന സമയത്ത് ആ ഇലക്ഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചാബിലേക്ക് പോയി. പക്ഷെ അതൊക്കെ ഈ പറയും പോലെ അതിൻ്റെ ഒരു നഗരങ്ങളിലേക്കും അതുപോലെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും. പക്ഷേ യാത്രകൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പം അത് മനോഹരമായ അനുഭവങ്ങളായിരുന്നു ആയി മാറും. എൻ്റെ യാത്രക്കിടയിൽ ഒരിക്കൽ ഞാൻ കലിഹാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എത്തിപ്പെടുന്നുണ്ട്. ബീഹാറിലാണ് കലിഹാൻ. കലിഹാൻ്റെ പ്രത്യേകത അതൊരു മാംഗോ ട്രീ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. ബീഹാറിൻ്റെ പറ്റ്നയിൽ നിന്ന് കുറേ ദൂരം, ഈ പറയുന്ന 2000 പോയ പോക്കാണ്, കുറേ ദൂരം സഞ്ചരിച്ചെത്തിയ കലിഹാൻ ഗ്രാമത്തിലെത്തിയപ്പം എല്ലാ വീട്ടിലും കുറേ മാവുകളുണ്ട്. ഓരോ വീട്ടിലെയും മാവിൻ്റെ എണ്ണം, അവരുടെ തോട്ടത്തിലെ മാവുകളുടെ എണ്ണം ആ വീട്ടിലെ പെൺകുട്ടികളുടെ എണ്ണമായിരുന്നു. ഒരു പെൺകുട്ടി ജനിച്ചാൽ ഒരു മാവ് നടുക എന്നതാണ്. സമാനമായ അത് പിപ്പിലാന്തിരി എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലും ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ഗ്രാമീണരായ ആളുകൾ, അവിടെയുള്ള ഒരു ആൾ മുമ്പ് തുടങ്ങി വെച്ചതാണ്. സ്ത്രീധനത്തിനെതിരായ ഒരു പോരാട്ടമാണ് ഈ മാന്തോട്ടങ്ങളായി മാറിയത്. സ്ത്രീധനത്തിനെതിരായി ഉള്ള ഒരു പോരാട്ടം. അതായത് കുട്ടി ജനിച്ചാൽ ഒരു അച്ഛന് അല്ലെങ്കിൽ ഒരു ഉപ്പാക്ക് ആദി ഇതിനെ കെട്ടിക്കണമല്ലോ, അതിന് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന്. അങ്ങനെ ഇദ്ദേഹം ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഒരു മാവ് നട്ടു. അങ്ങനെ അത് വലുതായി, കുട്ടി വലുതാവുമ്പോൾ മാവും വലുതാവും. അങ്ങനെ അത് എത്ര മാവുണ്ടോ അത്രയും മാവും, അത് മുറിച്ച് വിറ്റിട്ട് അന്ന് കുട്ടീനെ കെട്ടിക്കാം. ഇതാണ് പ്ലാന്. പക്ഷെ അതങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഗ്രാമം മുഴുവനും മാവായി മാറി. ഈ 2001 ഞാൻ ഈ കണ്ട കാഴ്ച 2020 ഖത്തറിലെ അൽ ജസീറ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലിൽ ഒരു ഡെലിഗേറ്റ് ആയിട്ട് ഞാൻ ഇരുന്ന് കാണുമ്പോണ്ട് ഈ സാധനം ഒരു ചങ്ങാതി സിനിമ ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയി അവതരിപ്പിക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, പടച്ചോനെ ഇതല്ലേ ഞാൻ അന്ന് കണ്ടിരുന്നത്. ഒരു മൊബൈൽ ക്യാമറയിൽ അത് പകർത്തി ആളുകളെ കാണിക്കുകയാണെങ്കിൽ ഞാൻ ആവുമായിരുന്നല്ലോ ഇത് ലോകത്തോട് പറയുന്ന ആദ്യത്തെ മനുഷ്യനെന്ന്.
ഇങ്ങനെ പിപ്പിലാന്തിരിയെക്കുറിച്ച് പിന്നീട് ധാരാളമായിട്ട് സ്റ്റോറികളും ഡോക്യുമെൻ്ററികളും വന്നു. പിപ്പിലാന്തിരിയിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. ഇങ്ങനെ ഇന്ത്യയുടെ പിന്നെ PT പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം. അതായത് ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ, മനുഷ്യന്മാർ പല തരക്കാർ, അന്നാസു അജ്നാസു, ജനങ്ങൾ പല കോലക്കാരാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് അവരുടെ ജീവിതത്തിൽ അടുത്തറിഞ്ഞ് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ വികസിക്കും, നമ്മളുടെ മനസ്സിലുള്ള കുടുസ് ചിന്താഗതികളൊക്കെ മാറും. നമ്മളൊരു വിശ്വ പൗരനായിട്ട് അല്ലെങ്കിൽ ഒരു വിശാലമായ ലോകത്തിലെ ഒരംഗമായിട്ടൊക്കെ മാറും. അതാണ് എൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ആമുഖം. PT നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ചാണകവരട്ടിയും ചാർപ്പായും ശരിക്ക് നമ്മൾ കർണാടകയിലൂടെ യാത്ര ചെയ്താൽ പോലും, ഞാൻ ശ്രാവണബലഗോളയിലേക്കുള്ള ബാബാ ബുധൻഗിരിയിലേക്കുള്ളൊരു യാത്ര പോയിരുന്നൊരിക്കൽ. അപ്പോൾ ഈ ബാബാ ബുധൻഗിരിയിലേക്ക് ഇങ്ങനെ കയറുന്ന ഒരു കയറ്റത്തിലൊരു അമ്പലമുണ്ട്, മുളപ്പസ്വാമിക്ക് സമർപ്പിച്ചൊരു അമ്പലമാണ്. ഈ അമ്പലത്തിലേക്ക് ഒരുപാട് പടിക്കെട്ടുകൾ ഇങ്ങനെ കയറി പോകുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള മതിലിൽ അവിടുത്തെ ഗ്രാമീണർ ഈ ചാണകം ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ബാബാ ബുധൻഗിരിയിൽ ആത്മവെളിച്ചെന്ന് പറഞ്ഞൊരു ലേഖനത്തിൽ, ഒരു പുസ്തകത്തിലും ഞാനത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ചാണകം തേച്ച് പിടിപ്പിക്കുന്ന ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നല്ലാതെ യാത്രക്ക് ഒരു യാത്രികന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിരീക്ഷണ പാഠവം എന്നുള്ളതാണ് ആത്യന്തികമായി ഒരു യാത്രികന് വേണ്ടത്. PT ഞാനും ആ ചാണകവരളി എന്ന് പറയുന്ന ഈ സാധനം, അതായത് ആ ഗ്രാമീണർ മൊത്തം ആ അമ്പലത്തിൻ്റെ ചുറ്റും വന്നിട്ട് നിശ്ചിത സ്ഥലത്ത് ഇതൊട്ടിച്ചു വെക്കും. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഒട്ടിച്ചു വെച്ച ആളുകൾ ഈ ചാണകവരട്ടി എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. അടുത്ത ഗ്യാപ്പ് വേറെ ഒരു വീട്ടുകാർക്ക്. ഇങ്ങനെയാണ് ആ സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു യാത്രികന് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിരീക്ഷണ പാഠമാണ്. പുതിയ കാലത്ത് യാത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈബ് ഉള്ള ഒരു കാലത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർ മൊത്തം യാത്ര പോകുന്ന ആളുകളാണ്. പണ്ട് ഞാൻ 2016 മലേഷ്യയിലേക്ക് ആദ്യത്തെ ഒരു ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മുഴുവൻ പെൻഷൻ പറ്റിയ ആളുകളാണ്. അതായത് 56 കഴിഞ്ഞ പെൻഷനേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യത്തെ യാത്ര പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ യാത്ര പെൻഷൻ പറ്റിയാൽ മാത്രം പോകുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം അത് ഇത്തരം ആളുകളുടെ ഒരു പുതിയ ഘട്ടത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. യാത്രക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു. അപ്പോൾ എനിക്ക് PT-യോട് ഇനി രണ്ടാമതായി ചോദിക്കാനുള്ളത്, നമ്മുടെ ഉത്തരേന്ത്യയിലും കശ്മീരിലുമാണ് PT അധികമായി യാത്ര ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഉത്തരേന്ത്യയെക്കുറിച്ച് ഒരു പൊതുബോധമുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. ഞാനിതിനെ വേറൊരർത്ഥത്തിൽ കാണരുത് ഈ ചോദ്യത്തെ. ആളുകൾക്ക് അറിയാൻ കൗതുകമുണ്ടാകും. നമ്മുടെ ഉത്തരേന്ത്യയിലെ ഒരു പൊതുബോധം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ്. നമ്മുടെ താടി, നമ്മുടെ തലയിലെ തൊപ്പി, തലയെക്കെട്ട്, നമ്മുടെ വേഷം. ഈ വേഷം അവിടെ എത്തി നമുക്കൊരു റൂം എടുക്കാൻ പോലും പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം എനിക്ക് അനുഭവമുണ്ട്, ഒരു ചെറിയ അനുഭവം. അപ്പോൾ ഈ ഒരു വേഷത്തിൽ, ഈ ഒരു സംസ്കാരത്തിൽ ഒട്ടും ഒരു മയവുമില്ലാതെ ഇതേ എന്താ പറയുക ഇസ്സത്തോടു കൂടി അവിടെ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. എന്നെ കാണുമ്പോൾ പലരും ചോദിക്കാൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തരേന്ത്യയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളിൽ പലതും ശരിയാണ് എന്ന് അങ്ങനെ തന്നെ നിൽക്കെ തന്നെ മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നേയുള്ളൂ. നമ്മൾ ഈ ഗ്രാമങ്ങളിൽ കാണുന്ന മനുഷ്യർക്ക് അവർ നിഷ്കളങ്കരായ മനുഷ്യരാണ്. ഞാൻ ഇന്നുവരെ ഈ വേഷത്തിൻ്റെ പേരിൽ, എൻ്റെ പേരിൻ്റെ പേരിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഇന്നുവരെ നേരിട്ടിട്ടില്ല എന്നതിനർത്ഥം ഞാൻ പറയുന്നത്, നമ്മുടെ ഗ്രാമങ്ങളിലെ മനുഷ്യർ നിഷ്കളങ്കരായ മനുഷ്യരാണ്. അവർക്ക് അന്നത്തെ റോട്ടി ചാവൽ എന്ന് പറയുന്ന അന്നത്തെ ഭക്ഷണം കഴിക്കണം, അന്നൊക്കെ അവരുടെ കൃഷിയിടങ്ങളിൽ പോകണം, അന്ന് വൈകുന്നേരം വന്ന് കിടന്നുറങ്ങണം
എന്നതിനപ്പുറം ഗ്രാമങ്ങളിലെ മനുഷ്യർക്ക് മറ്റു ചിന്തകളില്ല. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നതൊരു ശരിയാണ്, പക്ഷേ പൊതുവെ ഞാൻ ഇന്നുവരെ അത്തരം പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല. ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാചകമാണ് ജലാലുദ്ദീൻ റൂമിയുടെ, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു ജാലകമുണ്ടെന്നവർ പറയുന്നു, ചുവരില്ലാത്തിടത്ത് എങ്ങനെയാണ് ജാലകമുണ്ടാകുന്നത് എന്ന്. ആളുകൾ പറയുന്നത് നമ്മുടെ ഹൃദയങ്ങൾക്കിടയിൽ നമുക്കിടയിലെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയെ വിശദീകരിക്കാനാണ് ആളുകൾ പറയുന്നത്. നമുക്കിടയിൽ ഒരു ജാലകമുണ്ട്, നമ്മൾ ആ കിളിവാതിലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കുവെക്കുന്നു എന്നാണ് മനോഹരമായി വിവരിച്ചു പറഞ്ഞതാണ്. പക്ഷെ ജലാലുദ്ദീൻ റൂമി ചോദിക്കുന്നു, അങ്ങനെ ഒരു കിളിവാതിൽ വെക്കാൻ, അങ്ങനെ ഒരു ജനാല വെക്കാൻ ആരാണ് നമുക്കിടയിൽ മതിലുണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മതിൽ പോലും ഇല്ലാത്തിടത്ത് ജാലകങ്ങൾക്ക് പ്രസക്തിയില്ലാത്തതുപോലെ ലോകത്തെല്ലായിടത്തും മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നാണ്. അതിലേക്ക് ആളുകൾ, ഞാൻ പലപ്പോഴും ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ആളുകൾ, ഞാൻ ഇന്നുവരെ ഉത്തരേന്ത്യയിൽ ഒരിടത്ത് നിന്ന് പോലും ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ ഇന്നുവരെ ഇറങ്ങിപ്പോന്നിട്ടില്ല. ഞാനിപ്പോൾ അടുത്താണ് ഒരു റീല് കണ്ടത്. ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരായിട്ട് വരുന്ന സമയത്ത് അവസാനം പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കുകയല്ല എന്തെങ്കിലുമൊക്കെ കുടിച്ചു പോകാം എന്ന്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം ആദ്യം വരുന്ന സമയത്തായിരുന്നു. നമ്മൾ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നുള്ള മര്യാദ, അത് നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ നമ്മളൊരു ഗ്രാമത്തിൽ ചെന്നാൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം തന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പേരെന്തെന്ന് പോലും അവിടെയുള്ള ആളുകൾ ചോദിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള വിഭവങ്ങൾ വരാനിരിക്കുന്നത്. അങ്ങനെ ഒരു ഊഷ്മളമായ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇന്നും ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലുള്ളത്. ഞാൻ കാശ്മീരിലെ ഒരു അനുഭവം എപ്പോഴും പറയാറുണ്ട്. എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന 2 ടീച്ചേഴ്സിൻ്റെ വീട് കാശ്മീരിലെ പൂഞ്ച്, ഈ അടുത്ത് വാർത്തകളിൽ നിറഞ്ഞ പൂഞ്ചിലെ മലമുകളിൽ 2 മണിക്കൂർ ദൂരം കാൽനടയായി സഞ്ചരിച്ചെത്താവുന്ന ഒരിടത്താണ്. അവിടേക്ക് മറ്റു മാർഗങ്ങളില്ല. ഒന്നിൽ കുതിരപ്പുറത്ത് പോവുക, അല്ലെങ്കിൽ കാൽനടയായി അങ്ങോട്ട് 2 മണിക്കൂർ സഞ്ചരിച്ചെത്തുക എന്നത് മാത്രമാണ് മാർഗം. അങ്ങനെ ഞാനൊരു ദിവസം അവരുടെ വീട്ടിൽ താമസിച്ച് പിറ്റേന്നിങ്ങനെ താഴേക്ക് ഇറങ്ങി വരാൻ നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, നമുക്കൊരു 5 മണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ ഈ മലയുടെ ഏറ്റവും ഉയരത്തിൽ എത്തിപ്പെടാൻ പറ്റും, നമുക്ക് പോവുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോകാം, ഭക്ഷണമൊക്കെ ഞങ്ങൾ എടുക്കാം, നമുക്ക് പോകാം. പക്ഷെ ഒരു 2-2.5 മണിക്കൂർ സഞ്ചരിച്ചപ്പോഴേക്കും കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു, കലശമായ ദാഹം വരാൻ തുടങ്ങി. നമ്മൾ സാധാരണ ഒരു നിരപ്പായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇത്ര ദാഹവും നമുക്ക് ക്ഷീണമൊന്നും വരില്ല. പക്ഷെ കുത്തനെയുള്ള കയറ്റമാണ്, ഇതിങ്ങനെ മല കയറിപ്പോവും, നമ്മളെ കയ്യിലൊരു വടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള കയറ്റമാണ്. അങ്ങനെ കയറി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇനി വെള്ളമില്ലാതെ ഒരു അടി മുന്നോട്ട് പോകില്ല. അപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, ഇനിയൊരു 1/2 മണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ നമുക്കൊരു അരുവിയിലെത്താം, അങ്ങനെ അങ്ങോട്ട് പോവല്ലേ. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി ഒരു അടി മുന്നോട്ട് പോകണമെങ്കിൽ, ഞാൻ അത്രയും ദാഹം കൊണ്ട് ഇങ്ങനെ വലഞ്ഞു നിൽക്കുന്ന സമയത്ത് പുറകിലൊരു വീട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആ വീട്ടിൽ പോയിട്ട് ചോദിച്ചു നോക്ക്. അപ്പോൾ അവർ പോയിട്ട് അവിടെ നിന്നൊരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. ഞാൻ പറഞ്ഞു, ആ വീട്ടിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം എടുത്തു വാ, തിരിച്ചു വരുമ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഗ്രാമീണരായ മനുഷ്യരാണ്, ചിലപ്പോൾ പാവപ്പെട്ടവരാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ആ വീട്ടിൽ നിന്നൊരു വെള്ളം എടുത്തു വാ. അങ്ങനെ ഞാൻ പറഞ്ഞ ധൈര്യത്തിൽ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ആ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടുകാരിങ്ങനെ കയറി വരുന്നത്. എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം ഇനി കഥ കേൾക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് അല്പം വെള്ളം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാരുടെ മറുപടി, ഇത് നിങ്ങളുടെ കൂടി വീടാണ്, അനുവാദം ചോദിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യൻ എന്ന വാക്കിൻ്റെ വിശാലമായ അർത്ഥ തലങ്ങളെക്കുറിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ചായ തന്നു, പിന്നെ അവരുടെ റൊട്ടി തന്നു, കറി തന്നു, അതിനപ്പുറം അവരുടെ എരുമയിൽ നിന്നുണ്ടാക്കിയ പാലിൽ നിന്നുണ്ടാക്കിയ ലസ്സി തന്നു. അങ്ങനെ പോകാൻ നേരത്ത് ഞങ്ങളുടെ കയ്യിലുള്ള കുപ്പികളിലെല്ലാം വെള്ളം നിറച്ച് തന്നുകൊണ്ടാണ് പറഞ്ഞയക്കുന്നത്. എവിടെ നിന്ന് അനുഭവിക്കാനാകും ഇത്രമേൽ വിശാലമായൊരു സ്നേഹം? ഈ കഴിഞ്ഞ വിൻ്ററിൽ, മഞ്ഞുകാലത്ത് ഞാൻ കാശ്മീരിൽ പോയ സമയത്ത് കാശ്മീരിലെ ഒരു ദുർഘടമായ പാതകൾ, ഒരു ഗ്രാമീണ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ മഞ്ഞ് വീണ് അപ്പുറവും ഇപ്പുറവും മഞ്ഞാണ്.
നടുവിലും മഞ്ഞാണ്, പക്ഷെ ഒരു വാഹനം മാത്രം ഇങ്ങനെ കഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരിടത്ത് ഒരു നല്ല പ്രകൃതി ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വീഡിയോകൾ എടുത്തുകൊണ്ട് നമുക്ക് പോകാം. പക്ഷെ വാഹനം ഒന്ന് ഒതുക്കി നിർത്താൻ പോലും ഇടയില്ല, കാരണം അപ്പുറവും ഇപ്പുറവും മഞ്ഞാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാശ്മീരി വരുന്നത്. പുറകിലൊരു ആൾട്ടോ കാറിൽ ഇങ്ങനെ വരുന്നു. ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് വീഡിയോകൾ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, നമുക്ക് എടുക്കാം, ഞാൻ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു 1/4 മണിക്കൂറാണെങ്കിൽ ഞാൻ കാത്തിരിക്കാം എന്നായിരുന്നു. ആലോചിച്ച് നോക്കുക ആ മനസ്സിൻ്റെ വിശാലത. എന്ന് മാത്രമല്ല, ഞാൻ വളരെ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ചായ കുടിച്ചേ പോകാവൂ, എൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചേ പോകാവൂ. ഇങ്ങനെയുള്ള മനുഷ്യരെ അനുഭവിക്കണമെങ്കിൽ, വാർത്തകൾക്കപ്പുറമുള്ള മനുഷ്യരെ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാമങ്ങളിലേക്ക് വരും. ഞാനൊരു ഗ്രാമത്തിൽ പോയിട്ട് കോളിഫ്ലവർ കൃഷി ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തണുപ്പ് കാലത്താണ് ഹരിയാനയിലൊക്കെ കോളിഫ്ലവർ കൃഷി ചെയ്യുക. ഞാനൊരു വീട്ടിൽ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അമുസ്ലിമായ ഒരാളാണ് ഈ കോളിഫ്ലവർ തോട്ടത്തിൻ്റെ ഉടമ. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ കോളിഫ്ലവറിൻ്റെ അതിൻ്റെ ഇലകളൊക്കെ മാറ്റിയിട്ട് കോളിഫ്ലവർ മാത്രം ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ കണ്ടത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ സൗഹൃദത്തിൻ്റെ പേരിൽ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആശ്വസിക്കാവുന്ന, നമുക്കിപ്പോഴും സന്തോഷിക്കാവുന്ന, മനുഷ്യർക്കിടയിൽ ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വേരൂന്നിയിട്ടില്ല എന്ന് നമുക്ക് ആശ്വസിക്കാവുന്ന കുറേ ഉദാഹരണങ്ങൾ തീർച്ചയായിട്ടും ഉത്തരേന്ത്യയിലുണ്ട്. കേൾക്കുന്ന വാർത്തകളിൽ പലതും സത്യം തന്നെയാണ് എന്നത് നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള കുറേ ഗ്രാമങ്ങളും മനുഷ്യരും ഉണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, കേരളം എന്ന് പറയുന്നത് വിശാലമായ ഇടമൊന്നുമല്ല, വളരെ ചെറിയൊരിടമാണ്. 3.5 കോടി മനുഷ്യരാണുള്ളത്. പക്ഷേ ഉത്തർപ്രദേശിൽ 4 കോടി മുസ്ലിങ്ങൾ മാത്രമുണ്ട്. 25 കോടിയാണ് ഉത്തർപ്രദേശിലെ ആകെ ജനസംഖ്യ. 75 ജില്ലകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. പക്ഷേ രാജസ്ഥാനിലാകെ 42 ജില്ലകൾ മാത്രമേ ഉള്ളൂ. ഉത്തർപ്രദേശിൽ 75 ജില്ലകളുണ്ട്. അത്രയും മനുഷ്യരുണ്ട്. ഈ മനുഷ്യരൊന്നും മനുഷ്യത്വം നഷ്ടപ്പെട്ടവരാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും നല്ല മനുഷ്യരാണ്. പക്ഷേ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. പക്ഷേ നമ്മൾ രാജസ്ഥാനിലാകെ 42 ജില്ലകൾ മാത്രമേ ഉള്ളൂ. ഉത്തർപ്രദേശിൽ 75 ജില്ലകളുണ്ട്. അത്രയും മനുഷ്യരുണ്ട്. ഈ മനുഷ്യരൊന്നും മനുഷ്യത്വം നഷ്ടപ്പെട്ടവരാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും നല്ല മനുഷ്യരാണ്. പക്ഷേ ഇത്തരം ഇടങ്ങളുണ്ട്. നമ്മൾ എതിരുകളില്ലാതെ ചേർത്ത് വായിക്കേണ്ടതാണ്. ജലാലുദ്ദീൻ റൂമി പറയുന്നത് പോലെ നമുക്കിടയിൽ ഇത്തരം ജാലകങ്ങൾ പണിയുക എന്ന നിലയ്ക്ക് കയറി കൂടിയിട്ട് മതിലുകൾ പണിയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്താറുണ്ട്. ആ ജാലകങ്ങൾക്ക് പോലും ഇടമില്ലാത്ത വിധം നമുക്കിടയിൽ മതിലുകൾ ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇതിനോട് അനുബന്ധമായിട്ട് പറയാമെന്ന് തോന്നുന്നു, PT പറഞ്ഞതുകൊണ്ട്. ഡൽഹിയിലെ ദ്വാരക സെക്ടർ 23-ൽ എനിക്ക് കുറച്ച് ദിവസം എൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ട് താമസിക്കേണ്ടുന്ന ഒരു ഘട്ടം വന്നു. അന്ന് ഒരു ബ്രാഹ്മൺ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന കഥകളല്ല യഥാർത്ഥത്തിൽ മനുഷ്യരുടെ വിശാലമായ മനസ്സും അവരുടെ ആതിഥ്യ മര്യാദയും അവരുടെ സൗഹൃദത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ അനുഭവിക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു. എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് പനി പിടിക്കുകയും രാവും പകലും ഒരുപോലെ വന്ന് ആ ബ്രാഹ്മൺ സ്ത്രീയും അവരുടെ ഹസ്ബൻഡും ഞങ്ങളെ പരിചരിക്കുകയും ഞങ്ങൾ സുബഹിക്ക് മുമ്പേ ഞങ്ങളെ വിളിച്ചുണർത്തുകയും നമാസിൻ്റെ സമയമായെന്ന് പറയുകയും ചുടുചായ തരികയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ ഈ സ്ഥലത്തുണ്ട്. അതേസമയം അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ഞങ്ങൾ താമസിക്കുന്ന ഇടമാണ്. ഞങ്ങളുടെ തൊഴിലിടം മറ്റൊരിടത്താണ്. അവിടെ ഞാൻ മുജീബ്, എൻ്റെ സുഹൃത്ത് അനസ്, മറ്റൊരു സുഹൃത്ത് ഹാരിസ്, ഞങ്ങൾ 3 പേരാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ആ ജോലിക്കിടയിൽ എൻ്റെ സുഹൃത്ത് ഹാരിസിന് കൂടുതൽ സ്പേസ് കിട്ടുകയാണ് അവിടെ. ഞങ്ങളോട് ചില സമയത്തൊക്കെ ഈ തൊഴിലിടത്ത് നിന്ന് ചില അസൈൻമെൻറ്റുകളിലൊക്കെ മാറ്റി നിർത്തുന്നു. എന്തോ ഒരു തരത്തിലുള്ള ഒരു ഇത് ഫീൽ ചെയ്യാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ഹരീഷ് എന്നാണ് ഹാരിസിനെ അവർ മനസ്സിലാക്കിയത്. അപ്പം പേര് പ്രശ്നമാകുന്ന ഇടങ്ങൾ അത് ജോലി സ്ഥലങ്ങളിൽ പുതിയ കാലത്ത് ഉണ്ട്.
അതോടൊപ്പം ഒരു കാര്യം കൂടി, ഷാദിപ്പൂരിൽ, ഡൽഹിയുടെ ഷാദിപ്പൂരിൽ താമസിക്കുന്ന ഒരു സമയം എൻ്റെ ഓഫീസിലെ ഒരു സോനു സിംഗ് എന്ന് പറയുന്ന ആൾ എനിക്ക് വേണ്ടി റൂം അന്വേഷിക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്ത് ലിജോയുമാണ് റൂമിൽ താമസിക്കുന്നത്. ഞാൻ എൻ്റെ ആധാർ കോപ്പിയും എൻ്റെ രേഖകളൊക്കെ കൊടുത്ത് റൂം തരാൻ വേണ്ടി സോനുബായിനെ വിട്ട് 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു മറുപടിയില്ല. അവസാനം സോനുബായി പറയുമ്പോൾ റൂമൊക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയും. പിറ്റേ ദിവസം അത് ക്യാൻസലാവും. അവസാനം എന്നെയും കൂട്ടി പോയിട്ട് എന്നോട് പേര് ചോദിക്കും. ഞാനപ്പം തന്നെ മുജീബ് റഹ്മാൻ എന്ന് പറയും. അതോടുകൂടി ആ റൂം ക്യാൻസലാവും. അപ്പോൾ സോനു സിംഗ് പറഞ്ഞു, നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല, തൽക്കാലം എൻ്റെ കൂടെ പോരുമ്പോൾ നിങ്ങൾ ഹിന്ദി അറിയുന്നതായിട്ട് നടിക്കരുത്, ഞാൻ പറയും കാര്യങ്ങളൊക്കെ, നിങ്ങൾ മിണ്ടി പോകരുതെന്നാണ്. അങ്ങനെ പോയിട്ട് ഒരു വീട് അന്വേഷിച്ചു. വീട് അന്വേഷിച്ചപ്പോൾ അവർ ചോദിക്കുന്നത് മുഹമ്മദൻ ഹേക്യ, മുസ്ലിം ആണോ എന്നതാണ് ആ ചോദ്യം. അത് ഡൽഹിയിലെ ഷാദിപ്പൂർ പ്രദേശങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യം, നോൺ വെജ് പക്കാത്തെ ഹേക്യ, വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ റൂമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം പലതവണ കേട്ട് അതിന് സത്യസന്ധമായ ഉത്തരം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് റൂമില്ലാതെ പോയത്. അവസാനം സോനു സിംഗ് പോയിട്ട് ഈ ചോദ്യം ചോദിച്ചു. ഈ ആള് റൂം എടുക്കുന്ന ആൾ ചോദിച്ചു, മുഹമ്മദൻ ഹേക്യ, നെയ് ഈസായി ഹേ. ഓൻ പറയാം, ഞാൻ ഈസായി ആണ്, അതായത് ക്രിസ്ത്യനാണ്, പ്രശ്നമില്ല. നോൺ വെജ് പക്ക നെയ് ദാരു പിയേഗ, ദാരു തോ കുछ പ്രോബ്ലം നെയ്, കള്ളുടിച്ചോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നോൺ വെജ് ഉണ്ടാക്കരുത് എന്ന്. അപ്പം ഇത് ഈ ഷാദിപ്പൂരിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു വസ്തുത അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ത്യ പാക് വിഭജന കാലത്തിൻ്റെ ചരിത്രവുമായി അതിന് ബന്ധമുണ്ട്. ഷാദിപ്പൂരിലെ മന്ദിർവാലി ഗല്ലിയിലാണ് ഞാൻ താമസിച്ചത്. അവിടെ താമസിക്കുന്ന മനുഷ്യരിൽ പലരും ഈ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണ്. അവർക്ക് പലതരത്തിലുള്ള പീഡാനുഭവങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. ആ കൂരം പെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് അവരൊരു പക്ഷേ ഇത്തരം സംശയങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. അത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതേ സമയം തന്നെ ഈ ഹരിയാനയിലെ കുരുക്ഷേത്രയിലേക്ക് ഞാൻ എൻ്റെ സ്റ്റോറി ചെയ്യാൻ വേണ്ടിയുള്ള യാത്രക്കിടയിൽ ഞാൻ എപ്പോഴും ഓർത്തു വെക്കുന്ന ഒരു കാര്യം, കാപ്പ് പഞ്ചായത്തുകളെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യണമെന്ന് ഞങ്ങളുടെ എഡിറ്ററായ CL തോമസ് എന്നോട് ആവശ്യപ്പെടുന്നു. ഡൽഹിയിലെ വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന തലമുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ സഹായത്തോടുകൂടി ഞാൻ ഹരിയാനയിലെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നു. കുരുക്ഷേത്രയിലും റോത്തക്കിലുമൊക്കെ ചെന്ന് അതിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുകയാണ്. കാപ്പ് പഞ്ചായത്തുകൾ വിധി പറഞ്ഞിട്ട് മനുഷ്യരെ ഈ ഹോണർ കില്ലിങ്, സദാചാര കൊലപാതകങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളാണ് അവിടെ. അപ്പോൾ അവിടെയുള്ള ഇരകളായ കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകളിലൊക്കെ പോയിട്ട് അവരുടെ സ്റ്റോറിയൊക്കെ ചെന്ന് അവർ നമ്മളെ വളരെ ഹൃദ്യമായി സ്വീകരിച്ചു. അവസാനം ഈ കൊന്നോനെ കിട്ടണമല്ലോ, കാപ്പ് പഞ്ചായത്തുകളുടെ നേതാക്കന്മാരെ കിട്ടണം. അപ്പോൾ അവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സത്യത്തിൽ പേടിച്ചുകൊണ്ടാണ് പോയത്. എൻ്റെ കൂടെയുള്ള ക്യാമറാമാൻ എൽദോ ജോസഫ് പറഞ്ഞ്, ശരിക്കും ആലോചിച്ചിട്ട് പോയാൽ മതി ചോദിക്കാം, ഇത് അവിടെ പോയ പ്രശ്നമാവും, നിങ്ങൾ എന്തിനാ ആളുകളെ കൊല്ലണമെന്നാണല്ലോ ചോദിക്കേണ്ടത്. മറുപടി കൈ കൊണ്ടാണോ ഇനി വായ കൊണ്ടാണോ വേറെ വല്ലതുകൊണ്ടാണോ ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് പലതവണ നിരുത്സാഹപ്പെടുത്തിയിട്ടും അത് പൂർണ്ണമാകണമെങ്കിൽ അവരുടെ വെർഷൻ കൂടി കിട്ടണമെന്നതുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വന്നു. ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ പച്ചവെള്ളം, ശുദ്ധമായ വെള്ളം തന്നിട്ട് സ്വീകരിച്ചിരുത്തി, മധുരമുള്ള പേട തന്ന് ഇരുത്തി ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞ് ഈ കാപ്പ് ഇങ്ങനെ ആളുകളെ കൊല്ലുന്നതല്ല, അത് ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ആളുകൾ പലരും മാറിപ്പോകുന്നതാണ്, മീഡിയയാണ് കാപ്പിനെ താലിബാനാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ വെർഷൻ ഞങ്ങൾക്ക് പറഞ്ഞു. ഞാൻ പറയുന്നത്, കാപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഹോണർ കില്ലിംഗ് ഒക്കെ നടത്തുന്ന ആ തലമുറയിൽപ്പെട്ട അവരുടെ ബാക്കിയുള്ള ആളുകളുടെ ഉള്ളിലും ഈ പറയുന്ന നന്മയും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ന വാക്കിന് പൊതുവിൽ നമ്മൾ നോക്കുമ്പം എല്ലാവരിലും ഈ നന്മകളുണ്ട്. പക്ഷേ രാജ്യത്ത് കഥകൾ മാറി വരുന്നുണ്ട്. അത് നമുക്ക് ഈ യാത്രകളിൽ ചിലയിടത്തു നിന്നൊക്കെ അനുഭവങ്ങളായിട്ട് ഉണ്ടാവുന്നും ഉണ്ട്. ഇതിന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു നരേഷൻ ഇതൊരു പൊതുബോധമാണ്. ശരിക്കും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാവുമെന്നുള്ള നമ്മുടെ പേടി, പിന്നെ ചില ആളുകളുടെയെങ്കിലും അനുഭവങ്ങൾ, ചില വാർത്തകൾ, ഇത് പൊളിറ്റിക്സും മതവും ചേർന്ന് ഉണ്ടായ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വൈജാത്യങ്ങൾ പലയിടത്തുണ്ടായത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, 2002 ഗുജറാത്ത് കലാപകാലത്ത് ഒരു വാൾ ഉയർത്തിപ്പിടിച്ച് തലയിലൊരു കെട്ടുകെട്ടി നിൽക്കുന്ന അശോക് മോച്ചിയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു.
അതേ ഗുജറാത്ത് കലാപകാലത്ത് കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന കൈകൂപ്പി നിൽക്കുന്ന അൻസാരിയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷം മുമ്പ് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ സിറ്റി നഗറിൽ പോയപ്പോൾ എന്നെ സ്വീകരിക്കാൻ വന്നത് ഇവർ 2 പേരും കൂടിയാണ്. കുത്തുബുദ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും കൂടി ചേർന്നിട്ടാണ് ഞാനടങ്ങുന്നുള്ള എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് റൂമി ഉണ്ടായിരുന്നു. അവർ 2 പേരും നല്ല സുഹൃത്തുക്കളാണെന്ന്. 2 പേരും ഒരുമിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ കുത്തുബുദ്ദീൻ അൻസാരിയുടെ വീട്ടിൽ നിന്നും അശോക് മോച്ചിയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കുന്നു. എല്ലാം മറക്കാൻ മനുഷ്യന്മാർ തയ്യാറാണ്. പക്ഷേ മറക്കാതിരിക്കുന്നത് ഇവിടെ പലതിൻ്റെയും പേരിലാണ്. ഇപ്പം ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. പി ടിയോട് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പി ടിയുടെ വീഡിയോ ഇപ്പോൾ അധികം വരുന്നത് കശ്മീരിൽ നിന്നാണ്. കശ്മീര് നമ്മളൊരു വല്ലാത്ത വൈകാരികമായൊരു സ്ഥലം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കശ്മീർ. ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് കശ്മീരിൽ പോയപ്പോൾ കശ്മീരിലെ ജനങ്ങൾ സത്യമായിട്ടും അനുഭവിക്കുന്ന ചില യാതനകളുണ്ട്. ഒന്ന് പെട്രോളിംഗ് ആണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പോലീസുകാരൻ രാവിലെ 8 മണിക്ക് വന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ ആധാർ കാർഡ് എവിടെയെന്ന് ചോദിക്കാം. ഒരു പ്രാവശ്യം നമ്മൾ സമ്മതിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അങ്ങാടിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന്, നിങ്ങൾ ആധാർ കാർഡ് എവിടെയെന്ന് വീണ്ടും ചോദിച്ചാൽ ഒരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീടിന് പുറത്ത് ഇങ്ങനെ പട്ടാളക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു മാനസികമായ ഒരു നില ഉണ്ട്. ഈ ഒരു അനുഭവം കശ്മീരിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരിക്കലും ഉണ്ടാവുന്നില്ല. യാത്ര ചെയ്യുന്നവരെ പട്ടാളക്കാർ സ്വീകരിച്ച് ആനയിച്ച്, നമ്മളൊക്കെ അനുഭവമാണ്. ഞാൻ പുൽവാമയിൽ പോയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായ ഒരു അനുഭവമുണ്ട്. പട്ടാളക്കാർ അത്ര കണ്ട് നമ്മളെ സ്വീകരിക്കും. എന്നാൽ അവിടുത്തെ ഗ്രാമീണ ജനതക്ക്, നിങ്ങൾ അത്രയും കൂടുതൽ കാലം കശ്മീരിലുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കശ്മീരിലെ ഒരു പ്രാദേശികമായ ഒരു ജനതയുടെ ഒരു രാഷ്ട്രീയം പറയണ്ട, അതൊരു പക്ഷേ നമുക്ക് അപകടമായേക്കാം. എന്നാലും അവരുടെ ഒരു വികാരമുണ്ടല്ലോ, അവരെ ജീവിതത്തോടുള്ള അവരുടെ ഒരു പൊതുവായ ഒരു സമീപനം അതെങ്ങനെയാണ്? കശ്മീരിനെ കുറിച്ച് ഒരു കവി പാടിയത്, അഗർ ഫിർദോസ് ബറോയ് സമീനസ്ത് ഹമിയസ്തോ 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 എന്നാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ് എന്നാണ് പാടിയിട്ടുള്ളത്. എൻ്റെ വീഡിയോകൾ കാണുന്ന പലരും അവിടുത്തെ താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും ഇത് സ്വർഗം തന്നെ എന്നൊക്കെ പറയുമെങ്കിലും 10 മീറ്റർ കൂടുമ്പോൾ പട്ടാളക്കാർ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായാൽ നമ്മുടെ നാട്ടുകാരനുഭവിക്കുന്ന പ്രശ്നമെന്തോ അതുപോലെ അതിനേക്കാൾ ദുരിതം സ്വാഭാവികമായിട്ടും ഈ കശ്മീരികൾ അനുഭവിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും അത് മറച്ചു വെക്കാൻ പറ്റില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കാശ്മീരിൽ എവിടെ പോയാലും പട്ടാളക്കാരാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരിടമാണ് കാശ്മീർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. പക്ഷേ അവിടുത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതിൽ വളരെ പ്രധാനമായിട്ട് ഉണ്ട് എന്നത് സത്യമാണ്. ഞാൻ ഈ പെഹൽഗാമിലെ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പെഹൽഗാമിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ആഴ്ച മുമ്പാണ് പെഹൽഗാമിലെ ഒരു ഗ്രാമത്തിൽ പോവുകയും അവിടെയുള്ള മനുഷ്യരെ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെ ഒരു ദിവസം താമസിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്നോട് അവർ വളരെ സങ്കടപൂർവ്വം പറഞ്ഞത്, ആ അറ്റാക്കിന് ശേഷം ഞങ്ങളുടെ ജീവിതം നിലച്ചു എന്നാണ്. നമ്മൾ നമ്മുടെ ഈ അറ്റാക്ക് നടക്കുന്ന അതിനുശേഷം മീഡിയകൾ ഈ യുദ്ധത്തെ ആഘോഷിച്ച വിധം നമ്മൾ ഒരിക്കലും മറക്കൂല. കാരണം അത്രമേൽ നമുക്ക് മരണസംഖ്യ ഉയരുന്നത് എന്തോ ഗോൾ നേടുന്നത് പോലെയുള്ള വിധത്തിൽ നമ്മുടെ മീഡിയകൾ ആഘോഷിക്കുമ്പോഴും എന്നോട് അവിടുത്തെ പച്ചയായ മനുഷ്യർ പറഞ്ഞത് അത് കഴിഞ്ഞതോടെ ഞങ്ങളുടെ ജീവിതം നിലച്ചു എന്നാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, പെഹൽഗാം എന്ന് പറയുന്ന വളരെ മർമ്മപ്രധാനമായി ഈ സ്ഥലത്ത് അറ്റാക്ക് നടന്നതോടുകൂടെ അവിടേക്ക് സഞ്ചാരികളില്ലാതെയായി. കാശ്മീരികളുടെ പ്രധാന വരുമാന മാർഗം അവിടെയുള്ള സഞ്ചാരികളെ സ്വീകരിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് കുതിരയുടെ സവാരി ഒരുക്കുക എന്നുള്ളതാണ്.
ആ ജീവിതം നിലക്കുന്ന ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുമ്പോഴേ നമ്മളുടെ ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്കതിൻ്റെ കാഠിന്യം മനസ്സിലാവുള്ളൂ. സ്വാഭാവികമായിട്ടും അവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഞാൻ കശ്മീരിലെ പഷ്മിന ഷോളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പഷ്മിന ഷോളിൻ്റെ വീഡിയോ ചെയ്ത അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കശ്മീരിലുണ്ടെന്നാണ് വീഡിയോയിൽ കാണുന്നത്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം, നിങ്ങൾ എൻ്റെ ഷോളിനെ കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യണം. കാരണം ആ പെഹൽഗാമിലെ സംഭവത്തിന് ശേഷം ഇന്ന് വരെ ഒരു ഷോള് പോലും വിറ്റുപോയിട്ടില്ല എന്നാണ്. ഷോളിൻ്റെ ഒരു ഷോള് നിർമ്മിക്കാനും അത് വിപണിയിലെത്തിക്കാനും അവിടുത്തെ ഈ നെയ്ത്തുകാർ നേരിടുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അവരുടെ ഈ ക്രിയേറ്റിവിറ്റിയും കരവിരുതും ഒക്കെ നമ്മൾ കാണുമ്പോഴാണ് അത് ഈ അറ്റാക്കിന് ശേഷം ഒറ്റൊന്നു പോലും വിറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ ഈ സാഹചര്യങ്ങളെല്ലാം മനുഷ്യർക്കെതിരാണ്. അവിടെയുള്ള മനുഷ്യർ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം 2 വർഷമൊക്കെ എടുത്തിട്ടാണ് മനോഹരമായൊരു പഷ്മിന ഷാൾ രൂപം കൊള്ളുന്നത് പലതും. അതാണ് നമുക്ക് 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനൊക്കെ കിട്ടുന്നത്. പക്ഷേ ഈ പഷ്മിന ഷാൾ ഈ ഇത്രയും വർഷത്തെ കഠിനാധ്വാനത്തോടെ കൂടെ അവർ നെയ്തെടുക്കുന്ന ഈ പഷ്മിന ഷാള് അവരുടെ അധ്വാനം വിഫലമാകുന്ന രീതിയിൽ അത് വിൽക്കപ്പെടാതെ പോകുന്നത്, അവർക്ക് വിപണിയില്ലാതെ പോകുന്നത് വളരെ സങ്കടകരമായൊരു സാഹചര്യമാണ് എന്ന് ഇതോടുകൂടെ ചേർത്ത് വായിക്കേണ്ടത്. പക്ഷേ കശ്മീരികളെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് അവരുടെ സ്നേഹവും അവരുടെ ആതിഥ്യ മര്യാദയുമാണ്. ഞാൻ ഈ അടുത്തൊരു ആപ്പിളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ആപ്പിൾ തോട്ടത്തിൽ പോയപ്പോൾ അദ്ദേഹം എന്നോട് വലിയ സങ്കടം പറഞ്ഞു, ഈ വർഷം വല്ലാതെ മഴ പെയ്ത് ഞങ്ങളുടെ ആപ്പിളുകൾ മരത്തിൽ നിന്ന് നിരന്തരം താഴെ വീഴുകയും ഈ താഴെ വീണ ആപ്പിളുകൾ ഫസ്റ്റ് ക്വാളിറ്റി അല്ല, അത് വിൽക്കാൻ പറ്റില്ല, പകരം ആ ആപ്പിളുകൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. പക്ഷേ ആ ആപ്പിളുകൾ അങ്ങനെ നിലത്ത് നിറയെ ആപ്പിളുകൾ നിലത്ത് വീണ ആപ്പിളുകളൊക്കെ ഒഴിവാക്കി അതിന് പുറമെ ഈ ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്കുള്ള ഹൈവേ ഈ മഴയുടെ കാരണത്താൽ പലയിടത്തും ഒലിച്ചു പോവുകയും ഞാനിങ്ങോട്ട് വരുന്ന അന്ന് അവിടുത്തെ ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടുമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്ന അന്ന് അങ്ങോട്ടില്ല, അപ്പോൾ ഞാനൊരു ദിവസം അവിടെ സ്റ്റക്കായിട്ട് നിന്നു. അപ്പോൾ അങ്ങനെ അത് പിന്നീടും ഗതാഗതം ഭാഗികമായി തുറന്നതിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായത്. പക്ഷേ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ ഈ വിളവെടുത്ത ആപ്പിളുകൾ കൊട്ടയിലാക്കിയിട്ട് അത് കണ്ടെയ്നറിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ സാഹചര്യമില്ലാതെ ഈ ആപ്പിൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ വർഷം മാത്രം കശ്മീരികൾക്കുണ്ടായത്. ചെറിയ സാഹചര്യങ്ങളല്ല, രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ മാത്രമല്ല, കാലാവസ്ഥാപരമായ സാഹചര്യങ്ങൾ കൂടി എതിരാകുമ്പോൾ മനുഷ്യർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ആ ആപ്പിൾ തോട്ടത്ത് പോയിട്ട് നിങ്ങൾ ഒരു പെട്ടി ആപ്പിൾ എനിക്ക് തരൂ എന്ന് പറഞ്ഞ് അതിൻ്റെ പണം കൊടുക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞത് ഞങ്ങൾ അതിഥികളിൽ നിന്ന് പണം വാങ്ങാറില്ല എന്നാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ച് ഇനി ഈ ആപ്പിളുകൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ആപ്പിൾ തോട്ടത്തിലെത്തിയ ഒരു അതിഥിയോട് അവർ ചെയ്ത മര്യാദയും അവർ ചെയ്ത ആതിഥ്യ മര്യാദ കണ്ട് നമ്മൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോവാണ്. കാശ്മീരിനെ കുറിച്ചൊരു കവിതയുണ്ട്, ജറ ജറ ഹെ മേരെ കശ്മീർ കാ മെഹ്മാൻ നവാസ് റാഹ് മേ പത്തർ ഖിഡോനെ ദിയ പാനി മുജെ. കാശ്മീരിലെ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. റാഹ് മേ പത്തർ കട്ട് ഖിഡോനെ ദിയ, വഴിയരികിലെ ചരൽക്കല്ലുകൾ പോലും എനിക്ക് യഥേഷ്ടം വെള്ളം തന്ന് വിരുന്നൂട്ടുന്നു എന്നാണ്. ആ കവിത എനിക്ക് നേരിൽ അനുഭവിച്ച ഒരു ദിനമായിരുന്നു അന്ന്. ഈ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾക്കിടയിലും മനുഷ്യരെ സ്നേഹിക്കാൻ തീർച്ചയായിട്ടും കശ്മീരികളിൽ നിന്ന് നമ്മൾ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കശ്മീരിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കശ്മീർ സ്വർഗമാണ്. കശ്മീർ ലോകത്തെ സഞ്ചാരികളുടെ ഒരു കേന്ദ്രമാണ്. പക്ഷേ കശ്മീരികളുടെ മനസ്സെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിൽ. ഞാൻ കഴിഞ്ഞൊരു 10 ദിവസം കുറച്ച് ഈ പഹൽഗാം അറ്റാക്ക് നടക്കുന്നതിൻ്റെ ശേഷങ്ങൾ പോയി, അതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ കശ്മീരിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് കശ്മീരിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. അവരെത്രത്തോളം വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് സ്വന്തം നാട്ടിൽ സ്വന്തം ഐഡൻറ്റിറ്റിയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ്. ഒരിക്കലും അവർ തീവ്രവാദത്തെയോ അവരൊരിക്കലും ഇവിടുത്തെ രാഷ്ട്രീയത്തെയോ ഒന്നും അംഗീകരിക്കുന്ന ആളുകളല്ല. പക്ഷേ
ആ ഒരു സാഹചര്യം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖല അങ്ങനെ നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാം, നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ടൂറ് പോകുമ്പോൾ പരമാവധി കശ്മീരിലേക്കൊക്കെ ടൂറ് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് മുജീബ്ക്കയോട് മറു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത് നമ്മുടെ മുജീബ് കൈ മീഡിയ വണ്ണിൽ ട്രാവൽ കഫേ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി യാത്രകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അതിൽ വിദേശ യാത്രകളുണ്ട്, വിയറ്റ്നാം, കംബോഡിയ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യൻ യാത്ര ചെയ്യുന്നതും വിദേശ യാത്ര ചെയ്യുന്നതും അതല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരവും വിദേശ സംസ്കാരവും തമ്മിൽ നിങ്ങൾക്ക് യാത്രയിൽ ബോധ്യപ്പെട്ട ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ യാത്രകൾ, ഈ സന്തോഷ് ജോർജ് കുളങ്ങര ലോകം മുഴുവൻ സഞ്ചരിച്ച് നമ്മുടെ സഞ്ചാരത്തിൻ്റെ അല്ലെങ്കിൽ മലയാളിയുടെ സഞ്ചാരത്തിൻ്റെ ഒരു ദിശ നിർണ്ണയിച്ചു കൊടുത്ത പുതിയ കാലത്തെ ഒരു യാത്രികനാണ് അദ്ദേഹം. പറഞ്ഞത് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് എവിടെ ഏറ്റവും ഭംഗിയെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എന്ന് തന്നെയാണ്. വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ മനോഹാരിത. നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലായിടത്തും പലതരത്തിലുള്ള സംസ്കാരങ്ങൾ, പലതരത്തിലുള്ള ഭാഷകൾ, പലതരം മനുഷ്യർ എല്ലാം കൂടി കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാര അത് എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. യാത്രകൾ നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ കാലത്തെ യാത്രകൾ സ്വാഭാവികമായിട്ടും ഡെസ്റ്റിനേഷൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ എത്തിയിട്ട് അവിടെ നമുക്ക് കാണാനുണ്ട്. ദുബായിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു ബുർജ് ഖലീഫ കാണാനുണ്ട്. അപ്പോൾ നേരെ പോവുക, ബുർജ് ഖലീഫ കാണുക, എന്നിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുക, ഇൻസ്റ്റഗ്രാമിൽ ഇടുക, നമ്മൾ തിരിച്ചു വരാം. യഥാർത്ഥത്തിൽ ഈ ഇബ്നു ബത്തൂത്തയുടെയും പി.ടി. ബീരാൻകുട്ടി മൗലവിയുടെ, കേരളത്തിൽ നിന്നുള്ള പി.ടി. ബീരാൻകുട്ടി മൗലവിയുടെ ഹജ്ജ് യാത്ര പോലെയുള്ള പഴയ വഴി മാറിയിട്ട് അവിടെ ബ്ലോക്കായിട്ട് അല്ലെ അവിടെ ഹർത്താലായിട്ട് നമ്മൾ വേറെ റൂട്ട് പിടിച്ചു പോകുമ്പോഴായിരിക്കും നമ്മൾ കുറേ വഴികൾ കാണുന്നത്, കുറേ കാര്യങ്ങൾ കാണുന്നത്, നമ്മളുടെ ഐറ്റ്നറിയിലില്ലാത്ത പലതും കാണുന്നത്. അത് യാത്രയിലെ ഒരു മനോഹരമായ അനുഭവങ്ങളാണ്. ശരിക്കും യാത്ര തടസ്സപ്പെടണം. യാത്ര സുഖകരമായി നമ്മൾ വരച്ച പ്ലാനിൽ നമ്മൾ വെച്ച ഐറ്റ്നറി പ്രകാരം പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചത് കാണും. നമ്മൾ ഐറ്റ്നറി തെറ്റിയാൽ, നമ്മുടെ യാത്രക്കിടയിൽ തടസ്സം നേരിട്ടാൽ നമ്മൾ വിചാരിക്കാത്ത പലതും കാണും. അറിയുന്ന വഴിക്ക് പോയാൽ ആ വഴി കാണും, അറിയാത്ത വഴിക്ക് പോയാൽ പല വഴിയും കാണും. അത് നമ്മുടെ നാട്ടുപുറത്തൂടെ പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് GCC രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയുമായിട്ട് ഞാൻ സ്പിറ്റി വാലിയിലൂടെ, ഹിമാലയ താഴ്വാരത്തിലൂടെ യാത്ര ചെയ്തു. ആ യാത്രയിൽ നമ്മൾ ഒരു നാക്കോ വില്ലേജിൽ നിന്ന് കാസയിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര വഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഞാൻ എൻ്റെ ട്രാവലേഴ്സ് കഫേയിൽ അതിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. മണ്ണിടിച്ചിലുണ്ടായിട്ട് അവിടെ മൊത്തം റോഡും അതിനടുത്തുള്ള ഈ നദിയും ഒക്കെ ഈ കല്ല് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വഴിയുമില്ല. 2 ദിവസം 4 ദിവസമെങ്കിലും സമയമെടുക്കും അത് പൂർത്തീകരിക്കാൻ എന്നുള്ളത്. അത് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ആകെ ബേജാറാവാണ്. നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്കിതൊക്കെ രസമാണ്. പക്ഷേ ഗൾഫിൽ പഠിക്കുന്ന 10-50 കുട്ടികളുമായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആകെ പെട്ടുപോകില്ലേ. ഇവരൊക്കെ ആണെങ്കിൽ വളരെ കംഫർട്ട്നെസ് മാത്രം പഠിച്ച കുട്ടികളുമാണ്. അങ്ങനെ വഴിയിൽ കുടുങ്ങിയിട്ട് നമ്മൾ അവിടെ കുടുങ്ങി ഒരു ഗ്രാമത്തിലെത്തി. ഷൽക്കാർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. പോണ എല്ലാ ഗ്രാമത്തിൻ്റെയും പേര് ഞാൻ ഓർക്കാറില്ല, പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ പേര് ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഷൽക്കാർ ഗ്രാമം നമ്മളെ അന്ന് സൽക്കരിച്ചു ശരിക്ക്. ഈ കുട്ടികളെ എല്ലാവരുമായിട്ട് ഒരു ഹോട്ടൽ പോലും അവിടെ ഇല്ല, ഒരു ചെറിയ മക്കാനിയുണ്ട്. അവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഇരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. സകലമാന ബാക്ക് പാക്കർമാരും ഈ ഹിച്ച് ഹൈക്കർമാരും ഒക്കെ അവിടെ വന്ന് പെട്ട് കിടക്കുകയാണ്. അവർ ആ വീടിന് അവിടെ ഉള്ള ഭക്ഷണമൊക്കെ അവർ കഴിച്ചിട്ടുണ്ട്. അവിടെ പോയപ്പോൾ അവിടെ ഫുഡൊന്നുമില്ല. ഞാൻ അടുക്കളയിൽ കയറി ആ ചേച്ചിനെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ദീദി 10-56 കുട്ടികളുണ്ട്, കേരളത്തിൽ നിന്ന് വരുന്നവരാണ്, കഷ്ടപ്പാടാണ്, എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഹോട്ടലിലില്ല, ഒരു വീടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ അവരുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച് നല്ല മനോഹരമായ അവരുടെ വീട്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആ വീട്ടിൽ വെച്ച് ഞങ്ങൾക്ക് നല്ല ചോറും സാലഡ്സും ഒക്കെ ആയിട്ട് മനോഹരമായിട്ട് ഒരു അറബിക് മജ്ലിസ് പോലെ ക്രമീകരിച്ച് ഞങ്ങളെ സൽക്കരിച്ചു വിട്ടു. ഞാൻ പറയുന്നത് ഈ പോകുന്ന വഴിയിലുടനീളമുള്ള 3 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഞങ്ങൾ കഴിച്ച ബൊഫേ ഡിന്നറുകളെക്കാളൊക്കെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം അവർ ദീദി വിളമ്പിത്തന്ന, അങ്ങനെ കുട്ടികളെ ആ ഒരു പെട്ടുപോയതിനെ അതിനെ വിദ്യയാക്കി മാറ്റി ആഘോഷമാക്കിയ ഒരു പകലാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന
ഇതിൻ്റെ ആളുകൾ പണി തീർത്ത് ആ കല്ലൊക്കെ നീക്കി റോഡ് ഗതാഗത യോഗ്യമാക്കി തരുന്നു. നമ്മൾ അങ്ങനെ അങ്ങോട്ട് സഞ്ചരിക്കുന്നു. ഒരിക്കലും നമ്മൾ അനുഭവിക്കാനിടയില്ലാത്ത ഗ്രാമീണരുടെ നന്മയും ഗ്രാമീണ കാഴ്ചകളും തോട്ടത്തിന് നടുവിലുള്ള വീടുകളും അവിടെ ആളുകൾ വിറകുകൾ ശേഖരിച്ച് വെച്ച് ശൈത്യകാലത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെ പെട്ടുപോകുമ്പോഴാണ്. അപ്പോൾ യാത്രക്കിടയിൽ യാത്ര തടസ്സപ്പെട്ടാൽ പോലും ഇന്ത്യയിൽ അതൊരു വെർത്താണെന്നുള്ളതാണ്. വിദേശത്തെ ഇതിലും യാത്രകളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പ്രത്യേകിച്ച് വിയറ്റ്നാമിലൊക്കെ പോകുമ്പോൾ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ കാണാം. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യ. നമ്മൾ ഇനിയും കാണേണ്ടത് ഇന്ത്യയാണ്. നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഇത്തരം ഗ്രാമങ്ങളിലേക്കും ഉത്തരേന്ത്യയിലേക്കുമാണ്. എന്നെ ഏറ്റവും ആകർഷിച്ച ഇന്ത്യയുടെ ഭാഗം ഏതാണെന്ന് വെച്ചാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. വെറുതെ റോട്ടിലൂടെ സഞ്ചരിച്ചാൽ തന്നെ മനോഹരമായ അനുഭവങ്ങളുണ്ടാകും. നിങ്ങൾ നിരന്തരമായി പ്രായം ഏതായാലും യാത്രകൾ ചെയ്യണം എന്നേ ഞാൻ പറയുകയുള്ളൂ. ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് മൊറോക്കോയിലെ താഞ്ചീറിൽ നിന്നാണ്. 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പുറപ്പാട് തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അന്ന് മക്കയായിരുന്നു. ഹജ്ജ് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പൂതി. ഹജ്ജ് ചെയ്യാനുള്ള ആ യാത്ര പക്ഷേ അദ്ദേഹം അലക്സാണ്ട്രിയയിലൂടെയും തൂനിസിലൂടെയും ഒക്കെ കടന്ന് മക്കത്തെത്തി അവിടെ അവസാനിച്ചില്ല. ആ ഹജ്ജ് യാത്ര 1325 അദ്ദേഹം നടത്തിയ, കൃത്യം 7 നൂറ്റാണ്ടിനപ്പുറം നടത്തിയ ആ യാത്ര കോഴിക്കോട് കുറ്റിച്ചിറയിലെത്തുന്നു, നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. പല നാടുകളിലേക്കുള്ള സഞ്ചാരമായിട്ട് അത് വികസിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന കഥകൾ സത്യത്തിൽ കഥ പറയാം എന്ന് പറഞ്ഞാലും ഇതൊരു സർക്കീറ്റ് കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മലയാളത്തിൽ സർക്കീറ്റ് കഥകൾ എന്ന് പറയുന്ന ഒരു വേർതിരിവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മലയാളത്തിൽ സർക്കീറ്റ് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. സർക്കീറ്റ് പാട്ടുകൾ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടിൻ്റെ തന്നെ ഒരു വകഭേദം ഉണ്ടായിട്ടുണ്ട്. അത് PT ബീരാൻകുട്ടി മൗലവിയുടെ ഹജ്ജ് യാത്രയിലാണ് സംഭവിച്ചത്. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊരു പക്ഷേ അത് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അവിടുത്തെ ഈ മമ്പാടിനടുത്തുള്ള കുണ്ടുതോട് എന്ന് പറയുന്ന ചാലിയാർ തീരത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്യുന്നതാണ്. 1956 ഇതുപോലെ PT ഹജ്ജ് യാത്ര എന്ന പേരിൽ അദ്ദേഹം ഒരു യാത്ര പോകുന്നുണ്ട്. ആ കുണ്ടുതോട് പ്രദേശത്ത് നിന്നുള്ള കുറേ മനുഷ്യന്മാർ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചപ്പം അവരെ യാത്ര അയക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോകുന്ന ആളാണ് PT ബീരാൻകുട്ടി മൗലവി. അദ്ദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവരെ കോഴിക്കോട്ടേക്ക് യാത്ര അയക്കാൻ പോയപ്പോൾ ഈ യാത്രാ സംഘത്തോടൊപ്പം അദ്ദേഹം മുംബൈയിൽ മുസാഫർ ഖാന വരെ പോകാമെന്ന് പറഞ്ഞ് ട്രെയിൻ കയറി മുംബൈയിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ഹജ്ജിനായിട്ട് പോയാൽ എന്തെങ്കിലും കൂടി പോരി എന്ന് പറഞ്ഞപ്പം അദ്ദേഹം കയ്യിൽ കരുതിയ പാസ്പോർട്ടൊക്കെ ആയിട്ട് അവിടുന്ന് ഹജ്ജിന് പോണതാണ്. അതൊരു യാത്രയാണ്. യഥാർത്ഥത്തിൽ ആ യാത്ര പോയിട്ട് പുലിക്കോട്ടിൽ ഐദറും അതുപോലെ സർക്കീറ്റ് കഥകൾക്കും ഒരു സ്കോപ്പുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഐക്കണായിട്ട് നമുക്ക് പുതിയ PT അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സമയപരിമിതി, യാത്രയെക്കുറിച്ച് എത്ര പറഞ്ഞാലും യാത്രയിലെ കഥകൾ എത്ര പറഞ്ഞാലും തീരൂല. അപ്പോൾ നമ്മൾ യാത്ര ശരിക്ക് മനുഷ്യനെ എന്താ പറയുക പരിവർത്തിപ്പിക്കുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും യാത്ര എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ നിരന്തരം യാത്ര ചെയ്യണം. അതിലുമപ്പുറം മലബാറുകാർ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് യാത്ര ചെയ്യണം. എന്നാൽ നമ്മൾ ഈ ചുറ്റുവട്ടത്തിരുന്നിങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ സംസ്കാരങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കടന്നാൽ വീടുകൾക്ക് ഇത്ര വലിപ്പമില്ല. കർണാടകയിലേക്ക് പോയാൽ മതിലുകൾക്ക് ഇത്ര വലിപ്പമില്ല. എന്നാൽ ഒരേക്കറക്കകത്ത് ഒരു ചെറിയ വീട് വെച്ച് എല്ലാ സൗകര്യങ്ങളോടും ഉള്ള വീട് വെച്ചിട്ട് ആ ഒരു ചെറിയ വീട്ടിൽ ആ 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് ജീവിതം പോറ്റുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ 1 ഏക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിറ്റിട്ട് അത് 10 സെൻറ്റാക്കിയിട്ട് ആ ഒരു 90 സെൻറ്റ് വിറ്റ പൈസക്ക് ഈ 10 സെൻറ്റിൽ വലിയൊരു വീടുണ്ടാക്കിയിട്ട് ഇനി എന്താ കാട്ടണു എന്ന് ചോദിച്ച് നിൽക്കണ ഒരവസ്ഥയാണ്. സാധാരണ വീട് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഉറവിടാണ്.
പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ കുടിരിക്കൽ കഴിഞ്ഞാൽ കരാറുകാരനും പെയിൻറ്റിങ്ങുകാരനും മെറ്റലേറിനും മണലേറിനൊക്കെ തിരഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് നമ്മൾക്കപ്പുറത്ത് ഇല്ല. യാത്ര പോയാലാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുക. അതുകൊണ്ട് യാത്ര തുടരട്ടെ, യാത്രയിലെ കഥകളും തുടരട്ടെ. ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. എന്തെങ്കിലും ചോദിക്കാനും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 2 ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് സംഘാടകർ ഓഡിയൻസിന് തന്നിട്ടുള്ളത്. 2 ചോദ്യം. ബഹുമാനപ്പെട്ട PT യോടാണ് ചോദ്യം. ഈ ഒരുപാട് ഉത്തരേന്ത്യൻ യാത്രകൾ നടത്തിയ അങ്ങ് അവിടെ ഈ യാത്രയിൽ നിന്ന് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ താങ്കൾ ശ്രമം നടത്തി. അതിൻ്റെ ഒരു അനുഭവങ്ങൾ പങ്കുവെക്കുക. ഈ യാത്രകളിൽ ഏറ്റവും അവിസ്മരണീയമായ ഏതെങ്കിലും ഒരു യാത്രകളുണ്ടെങ്കിൽ ആ ഒരു അനുഭവം കൂടി പങ്കുവെച്ചാൽ നന്നായിരിക്കും. ഞാൻ ഈ മിനിഞ്ഞാന്ന് എൻ്റെ സ്കൂളിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ രാജസ്ഥാനിൽ പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ അവൻ്റെ വീട് കണ്ടിട്ട് ചോദിച്ചു, ഇതുവരെ നീ എവിടെയായിരുന്നു പഠിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സമീപത്തെ സർക്കാർ സ്കൂളിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നു. ഇവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് 3 മുറികളാണുള്ളത്. അതിലൊരു മുറി ഓഫീസാണ്, 2ാമത്തെ മുറി അംഗനവാടിയാണ്, 3ാമത്തെ മുറിയിൽ 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന ഇടമാണ്. ആകെ ഒരേ ഒരു അധ്യാപകനെ അവിടെയുള്ളൂ. രാജസ്ഥാനിലെ കഥയാണ് ഈ പറയുന്നത്. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു മുറിയിൽ ബെഞ്ച് ഡെസ്കുകളില്ല എന്നതാണ് വളരെ വലിയ ഒരു കൗതുകം. ഈ ബെഞ്ച് ഡെസ്കുകളില്ലാത്ത, നമ്മൾ ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ കേരളത്തിന് സമാനമല്ല. ഉത്തരേന്ത്യ എന്ന് പറയുന്നത് 2 കാലാവസ്ഥകളെ അഭിമുഖീകരിക്കുന്ന ഇടങ്ങളാണ്. കനത്ത ചൂടും കനത്ത തണുപ്പും. തണുപ്പിലേക്ക് വരാൻ പോവാണ്. നവംബർ ജനുവരി വരെ കനത്ത തണുപ്പായിരിക്കും. ഈ കുട്ടികൾ തണുപ്പ് കാലത്ത് എങ്ങനെയാണ് നിലത്തിരുന്ന് പഠിക്കുക എന്ന് എനിക്കിന്ന് വരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ശരിയായ നല്ല സ്കൂളുകളില്ല എന്നതാണ്. പലയിടത്ത് പോയപ്പോഴും ഈ പ്രശ്നം ഞാൻ നേരിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരിയാനയിലെ ഒരു ഉൾഗ്രാമത്തിലെ ഒരു സ്കൂളിൽ പോയപ്പോൾ 30 കുട്ടികളും 12 അധ്യാപകരുള്ളൊരു സ്കൂൾ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ 30 കുട്ടികൾക്ക് 12 അധ്യാപകർ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, 500-ലേറെ കുട്ടികൾ അഡ്മിഷൻ എടുത്ത സ്കൂളാണ്, വരുന്നത് ആകെ 50-ൽ താഴെ മാത്രം കുട്ടികളാണ്. കാരണം വരാൻ ഉതകുന്ന രീതിയിലുള്ള പ്രാഥമിക സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ എത്തുക? എന്നിട്ട് ആ അധ്യാപകൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമോ? ഈ കുട്ടികളൊന്ന് സ്കൂളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമോ? ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ആ സ്കൂളിൽ ഒരു ക്ലാസ് മുറിയിലും ബെഞ്ച് ഡെസ്കുകളില്ല. അവിടെ നല്ല പ്രാഥമിക സംവിധാനങ്ങളെന്ന ടോയ്ലറ്റ് പോലും ഇല്ല. അങ്ങനെ ഒരു സ്കൂളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ എത്തുക എന്നൊരു പ്രശ്നമുണ്ട്. കേരളത്തിലെ ഈ മനോഹരമായ സാഹചര്യങ്ങളിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടാത്തത് ഇത്തരം സ്കൂളുകളെ കുറിച്ചായിരിക്കും. നമ്മുടെ കേരളത്തിലെ സാക്ഷരതാ നിരക്കെന്ന് പറയുന്നത് 96.6 അല്ലെങ്കിൽ ഇപ്പോൾ 98 ഒക്കെയാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സാക്ഷരതാ നിരക്കെന്ന് പറയുന്നത് 75ഉം 60ഉം ഒക്കെയാണ്. ഈ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് സാക്ഷരതയിൽ ഇങ്ങനെ പിറകിൽ നിന്ന് പോയത് എന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിലെത്തിക്കുക എന്നൊരു മനോഭാവമുണ്ട്. നമുക്ക് നിർബന്ധമാണ്. കാരണം നമുക്കറിയാം വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്ന മാറ്റം എന്താണ്. നമ്മളത് അനുഭവിച്ചവരാണ്, അതിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഇന്നുവരെ നേരിട്ടിട്ടില്ലാത്ത ഞങ്ങളൊരു ചെറിയ ലേണിംഗ് സെൻറ്റർ തുടങ്ങിയപ്പോൾ അവിടെയുള്ള കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അവിടെയുള്ള ഒരു അധ്യാപകന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാസത്തിലൊരു 100 രൂപ ഫീസ് വെച്ചപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞത്, ഈ കുട്ടിയെ കൃഷിയിടത്തിലേക്ക് പറഞ്ഞയച്ചാൽ ഈ 100 രൂപ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ 100 രൂപ തരുന്നതെന്നാണ്. ഞാൻ പലപ്പോഴും വേദന തോന്നിയ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്തെന്നാൽ അവിടെയുള്ള കുട്ടികൾ കൊതുക് കടിയൊക്കെ ഏറ്റിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്തും അവിടെയുള്ള എരുമകൾക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എരുമകൾക്ക് ഫാൻ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ എരുമകൾക്ക് കൊതുക് വല ക്രമീകരിച്ചിട്ടുണ്ടാവും. ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക എന്ന് ഞാൻ ഇങ്ങനെ വർത്തമാനത്തിൽ വന്നു പോവുകയാണ്, എല്ലാ ഗ്രാമങ്ങളിലും ഇന്നുവരെ
24 മണിക്കൂർ ഇലക്ട്രിസിറ്റി ലഭ്യമായ ഒറ്റ ഗ്രാമവുമില്ല. നമ്മുടെ കേരളത്തിൽ ഇലക്ട്രിസിറ്റി ലഭ്യമാവാത്ത 24 മണിക്കൂറും ഇലക്ട്രിസിറ്റി ലഭ്യമാവാത്ത ഏതെങ്കിലും ഒരു ഗ്രാമമുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിൽ ഞാൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആ ഗ്രാമത്തിൽ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ചോദിച്ചു എത്ര മണിക്കൂർ ഇവിടെ കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ ആളുകൾ പറയുന്നത് നമുക്കൊരു 15 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു ഞങ്ങൾക്ക് ആകെ അവിടെ 12 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് പകലിലാണ് കിട്ടുക. കാരണം കർഷകരായ ആളുകൾക്ക് പകലിലാണ് ഇലക്ട്രിസിറ്റി വേണ്ടത്, അവരുടെ തോട്ടം നനക്കാനും മറ്റുമൊക്കെ. അവർക്ക് ഉറങ്ങാൻ ഇലക്ട്രിസിറ്റി ഇപ്പോഴും കൊടുക്കുന്നില്ല. ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കഥകളാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, പ്രാഥമിക സംവിധാനങ്ങളില്ലാത്ത ഇടങ്ങളിലാണ് കുട്ടികൾ അവരുടെ ജോലി തേടിയിട്ട് കൃഷിയിടങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. 20 രൂപയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചില കുട്ടികൾ ഒരു ദിവസത്തെ ജോലി ചെയ്യുന്നത്. കാരണം കുട്ടികൾ ജോലി ചെയ്താൽ വളരെ ചെറിയ പേയ്മെൻറ്റ് വേതനം കൊടുത്താൽ മതി ആളുകൾക്ക്. വലിയ ആളുകൾക്ക് നമ്മുടെ നാട്ടിലേക്ക് എന്തുകൊണ്ടാണ് ബംഗാളികൾ ഇങ്ങനെ കുത്തൊഴുകി വരുന്നത്? അവരുടെ ഗൾഫാണ് നമ്മുടെ കേരളം. കാരണം ബംഗാളിലും ബീഹാറിലും ഒക്കെ ഏറ്റവും താഴ്ന്ന വേതനമുള്ള കൂലിയുള്ള ഇടങ്ങളാണ്. 250-300 രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് കിട്ടുന്ന 1000 രൂപ വളരെ വലുതാണ്. 20 രൂപയ്ക്ക് ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്, 20 രൂപയ്ക്ക് ഞാൻ താടി ശരിയാക്കിയിട്ടുണ്ട്. ഒരു 10 രൂപയും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കക്ഷം കൂടി മടിക്കുന്ന സ്ഥലങ്ങൾ ആണ് ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ളത്, ഒട്ടുമിക്ക ഗ്രാമങ്ങളിലുള്ളത്. ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മളെക്കാൾ ബ്രില്യൻ്റാണ്, നമ്മളെക്കാൾ മിടുക്കരായ കുട്ടികളുണ്ട്. പക്ഷേ അവർക്കൊരു വാതായനം, ഒന്ന് കൈപിടിച്ചാൽ മാത്രം മതിയാകും, അവർ വളരെ വേഗം വിദ്യാഭ്യാസത്തിലേക്ക് വരും എന്ന് എനിക്ക് അറിയുന്നത്. ഞങ്ങൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് 3 മാസമേ ആയിട്ടുള്ളൂ. അവർക്കൊരു ലീവ് കൊടുത്തിട്ട് നാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ പല അംഗനവാടികളിലും ചെറിയ LP സ്കൂളുകളിലൊക്കെ നമ്മുടെ കുട്ടികളാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? അത്രയും വിദ്യാഭ്യാസപരമായി പിന്നാക്കമാണ് ഇത്തരം ഗ്രാമങ്ങൾ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വിവിധ ഗ്രാമങ്ങളിൽ ലേണിംഗ് സെൻ്ററുകൾ ആരംഭിച്ച് സമീപത്തെ സർക്കാർ സ്കൂളുകളിലേക്ക് ഈ കുട്ടികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത്. പക്ഷേ സർക്കാർ സ്കൂളുകളുടെ ഈ പരിതാപകരമായ അവസ്ഥയിൽ പലപ്പോഴും കുട്ടികൾ തിരികെ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ഒരു റെസിഡൻഷ്യൽ സംവിധാനത്തിൽ പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഹരിയാനയിലെ സുഡാക്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു സുക്കൂൻ റെസിഡൻഷ്യൽ സ്കൂൾ നമ്മൾ ആരംഭിച്ചത്. ഈ അടുത്താണ് നമ്മൾ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 5-6 മാസം കൊണ്ട് 60 കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ അഡ്മിഷൻ കൊടുക്കാൻ നമുക്ക് പറ്റി. വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തും. നമ്മളെക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ കുട്ടികളെ തീർച്ചയായിട്ടും നമുക്ക് കൈപിടിക്കേണ്ടതുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് ഈ സംവിധാനം ആരംഭിച്ചത്. പ്രിയപ്പെട്ട PT-യോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഏകദേശം എല്ലാ വീഡിയോകളും കാണാറൊരു വ്യക്തിയാണ്. അതിൽ ഒരു കഥ പറയാമെന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന ആ മട്ടൻ ഹലീമിനെ കുറിച്ചുള്ള ചില വീഡിയോകളുണ്ട്. അതിനെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് ചെറിയ രീതിയിൽ നിങ്ങൾ വിശദീകരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താണ്. ഈ ഭക്ഷണത്തിൻ്റെ വീഡിയോയിലാണ് പൊതുവെ ആളുകൾ വീഴുന്നത്. എന്നോട് ഞാൻ തൃശ്ശൂരിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത കശ്മീരിൽ പോകുമ്പോൾ എന്നെ ഒരു കല്യാണത്തിന് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ? അവിടുത്തെ ഭക്ഷണം ഒന്ന് കഴിക്കണം എന്നാണ് പറഞ്ഞത്. കശ്മീരിലെ കല്യാണത്തെക്കുറിച്ച് പറയുന്നത്, കശ്മീരിലെ കല്യാണം, നമ്മുടെ നാട്ടിൽ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ഷോപ്പുകൾ കാണുന്നുണ്ട്. എന്താണ് കല്യാണ ബിരിയാണി എന്ന് പറയുന്നതിന്? അതിനൊരു വ്യത്യസ്തമായൊരു ടേസ്റ്റും രുചിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കല്യാണ ബിരിയാണി ഒരു വ്യത്യസ്തമാകുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ കല്യാണ ബിരിയാണിക്ക് സമാനമായ ഒരു വിഭവമാണ് കാശ്മീരിലെ കാശ്മീരി വാസ്വാൻ. വാസ്വാൻ എന്ന് പറയുന്നത് 36 തരം വിഭവങ്ങളുള്ള ഒരു സദ്യയാണ്. അതിൽ 30 മട്ടനാണ്. അതാണ് വ്യത്യാസം. നമ്മുടെ നാട്ടിൽ സദ്യ എന്ന് പറയുന്നത് അതിൽ നോൺ വെജ് ഉണ്ടാവില്ല. പകരം കാശ്മീരിലെ വാസ്വാൻ എന്ന് പറയുന്നത് 36 തരം വിഭവങ്ങളിൽ 30 മട്ടൻ. അതാണ് കാശ്മീരിലെ കല്യാണങ്ങളിൽ വിളമ്പുക. നമ്മുടെ നാട്ടിൽ ഒറിജിനൽ ടേസ്റ്റ് കല്യാണ ബിരിയാണി കിട്ടണമെങ്കിൽ അത് കല്യാണത്തിനാണ് പോയി കഴിക്കേണ്ടത്. എന്നാൽ കശ്മീരിലെ കല്യാണങ്ങളിലാണ് ഈ കല്യാണത്തിലെ വാസ്വാനെ അതിൻ്റെ പ്യുവറായിട്ട് അതിൻ്റെ എല്ലാ വിഭവങ്ങളോടുകൂടെയും വിളമ്പുക. പാവപ്പെട്ട ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ 5 വിഭവങ്ങളെ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി പണമുള്ള ആളുകളാണെങ്കിൽ 36 തരം വിഭവങ്ങളുണ്ടാവും. ഞാൻ അങ്ങനെ ഒരു 36 തരം വിഭവങ്ങളുള്ളൊരു കല്യാണത്തിൽ പങ്കെടുത്ത കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു ചോറും അതിലേക്ക് കുറച്ച് കബാബും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും.
പിന്നീട് ഒരു 4 ആൾ ചേർന്നാണ് കഴിക്കേണ്ടത്. 4 ആൾ ചേർന്ന് കഴിക്കുമ്പോൾ ഒരു തളികയിൽ കുറച്ച് ചോറും 2 തരം ചോറുണ്ടാകും, അതിലേക്ക് കുറച്ച് കബാബും ഒക്കെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് 4 ആൾ ഇങ്ങനെ ഇരിക്കണം. 4 ആൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 4 ആൾക്കും പല്ലുകുത്തി, അതുപോലെ വെള്ളം, പിന്നെ ഓരോരുത്തർക്കും ഓരോ കവറും തരും. അപ്പോൾ ഈ കവർ എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് കുറച്ച് വിഭവങ്ങൾ വരാനുണ്ട്. ഈ ഭക്ഷണം ഒരിക്കലും 4 പേർക്ക് കഴിച്ച് തീർക്കാൻ കഴിയില്ല. 36 തരം വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആർക്കാണ് കഴിച്ചു തീർക്കാൻ കഴിയുക? പക്ഷേ ഇനി വരുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് ഗുഷ്താബ, റിഷ്ത, തൊബക് മാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഷോപ്പുകൾക്കൊക്കെ പേരിടാൻ പറ്റുന്ന രീതിയിൽ അത്ര മനോഹരമായ കുറേ വിഭവങ്ങളുണ്ട്. നിങ്ങൾ ഏറ്റവും തീർച്ചയായിട്ടും ഈ തൊബക് മാഷൊക്കെ കാശ്മീരിൽ പോയിട്ടുണ്ട്, ഈ ട്രൈ ചെയ്യണം. അത്ര മനോഹരമായ വിഭവമാണ്, മട്ടൻ വിഭവമാണ്. ഇതിങ്ങനെ വരും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ചെയ്യാം. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അന്താളിച്ച് നിൽക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള ഈ കവറിലേക്കാണ് ഈ വിഭവമൊക്കെ ഇങ്ങനെ എടുക്കേണ്ടത്. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ളതാണ്, നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ കഴിയില്ല. നമുക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ളതല്ല, പകരം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലേക്കുള്ള കവറിൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കവറിലേക്ക് വെക്കും. ഇനി വരാൻ പോകുന്നത് ഒരു ഗൊഷ്താബ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഉണ്ടപ്പൊരിയൊക്കെ പോലെ മട്ടൻ വിഭവമുണ്ട്, ഒന്ന് വരാനുണ്ട്. അത് പക്ഷേ ഒരൊറ്റ വിഭവമാണ് വരിക, ഒന്നാണ് വരികയുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കത്തി ഉണ്ടാവും. ഈ പ്ലാസ്റ്റിക് കത്തി കൊണ്ട് ഇത് 4 ആക്കി മുറിക്കുന്ന ഒരു ദൗത്യം ഒരാളെ ഏറ്റെടുത്ത് ഇത് 4 ആയി കട്ട് ചെയ്യുക, ഓരോ കഷ്ണം തൻ്റെ കവറിലേക്ക് നിറക്കുക. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം വന്നാൽ മതി. വീട്ടിലുള്ള എല്ലാവർക്കുമുള്ള വിഭവമായിട്ട് നമുക്കൊരു കവറുമായിട്ട് തിരിച്ചു പോവാം. ഞാൻ ആ വീഡിയോയുടെ അവസാനം പറയുന്നത് മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു, എൻ്റെ കവറും നിറഞ്ഞു എന്നാണ്. അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു ആചാരം നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്ര സവിശേഷമായ സമ്പന്നമായ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ എത്ര മനോഹര സംസ്കാരമാണ് നമുക്കുള്ളത്. അത് അനുഭവിക്കാൻ തീർച്ചയായിട്ടും ഇത്തരം ഗ്രാമങ്ങളിൽ തന്നെ പോകണം. നിങ്ങൾ ചോദിച്ചത് മട്ടൻ ഹരീസയെക്കുറിച്ചാണ്. മട്ടൻ ഹരീസ എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ വിഭവമാണ്, നമ്മുടെ നാട്ടിലുള്ളതല്ല, പേർഷ്യൻ വിഭവമാണ്. ഈ പേർഷ്യൻ വിഭവം വരുന്നത് കാശ്മീർ എന്ന് പറയുന്ന ഈ സംസ്കാരം കൊണ്ട് തുടങ്ങുന്നത് അലി ഹംദാനി എന്ന് പറയുന്ന ഒരാളാണ്. 1400-കളിലാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം പേർഷ്യയിൽ നിന്ന് കാശ്മീരിലേക്ക് കുടിയേറിയ ആളാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 700 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഈ 700 പേരും 700 മേഖലകളിൽ സ്കില്ലുള്ളവരായിരുന്നു അത്രേ. ഇപ്പം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാശ്മീരിലെ ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് കാശ്മീരിലെ ഹസ്രത്ത് ബൽ മസ്ജിദ്. ഈ ഹസ്രത്ത് ബൽ മസ്ജിദ് ഇപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇൻറ്റീരിയർ കുറച്ച് ഭംഗിയാക്കിയിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് പേപ്പർ മാഷ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. ഈ പേപ്പർ മാഷ് എന്ന് പറയുന്ന ആർട്ട് വരുന്നത് പേർഷ്യയിൽ നിന്നാണ്. ഈ ഷെയ്ഖ് അലി ഹംദാനി എന്ന് പറയുന്ന ആളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ ഈ പേപ്പർ മാഷ് ആർട്ടിൽ കഴിവുള്ള ആളായിരുന്നു എന്നാണ് ചരിത്രം. അതുപോലെ മട്ടൻ ഹലീമയിൽ നല്ല കഴിവുള്ള ഷെഫുമാർ ഈ ദൗത്യ സംഘത്തോടെ, ഈ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഹരീസ എന്ന് പറയുന്ന വിഭവം കാശ്മീരിൽ എത്തിച്ചേരുന്നത്. നിങ്ങൾക്കിപ്പോൾ പോകാൻ പറ്റിയ സമയമാണ്. ഈ സമയത്ത് പോയാൽ നല്ല തണുപ്പുള്ള സമയത്ത് മാത്രമേ മട്ടൻ ഹരീസ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നല്ല മനോഹരമായിട്ട് വിളമ്പുന്ന മട്ടൻ ഹരീസ സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ശ്രീനഗറിലെ ഏതെങ്കിലും പൗരാണികമായ ഷോപ്പിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് എന്ന് ഞാൻ. അവസാനമായിട്ട് ഒരു ചോദ്യം ബിടിയോട്. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം അഷ്റഫ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ സാക്ഷരതാ നിരക്ക് കുറവാണെന്ന് പറഞ്ഞു, ഉത്തരേന്ത്യയിലെ താരതമ്യം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം അതിനോടനുബന്ധമായിട്ട് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതി, അത് അവിടെ ഒരു ശാക്തിക ചേരിയായി കൊണ്ടുവരാൻ കഴിയാതെ പോയതുകൊണ്ടുള്ള ഒരു പ്രയാസമായിട്ട് താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അതില്ലാതെ പോയത് ഇവിടുത്തേതുപോലെ നമ്മൾ കഴിയാവുന്ന വേദിയിലെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ നമ്മൾ സൗമനസ്യം കാണിക്കുന്നത് പോലെ അവർക്ക് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ പോയത് കൊണ്ടാണോ അത്തരത്തിലുള്ളൊരു ദുരവസ്ഥ അവർക്ക് വന്നത് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലേതുപോലെയുള്ള ഒരു സംഘാടനവും ഒരു നേതൃത്വവും പൊതുവെ ഉത്തരേന്ത്യയിൽ കുറവാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ചെറിയ അത്തരം സംവിധാനങ്ങൾ വരികയും അത് വിജയത്തിലെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നേനെ എന്നാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, എത്ര കേട്ടാലും തീരാത്ത കഥ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരണം. നമ്മൾ അതിഥികൾക്ക് ആദരവുണ്ട്. അത് തൊട്ടു മുമ്പേ ചെറിയ മിനിറ്റിലെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സംക്ഷിപ്ത രൂപം. ഈ അവസാന സെഷനിൽ ശ്രദ്ധേയമായ തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. കേട്ടിട്ടും മതി വരാതെ ഇനിയും ആ കഥകൾക്കായി നാം കാതോത്തിരിക്കുകയാണ്. നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങൾക്ക് ഇനിയും ആ ദാഹം തീർന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനുകളിൽ അടുത്ത CLF-ൽ നമുക്ക് തുടരണമെന്ന ആഗ്രഹത്തോടെ ഇന്നത്തെ അതിഥി PT സഖാഫിക്കുള്ള സ്നേഹോപഹാരം പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മോട്ടമൽ മുജീബ് മാഷർ കൈമാറുന്നു. ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നാട്ടുകാരനും ശ്രദ്ധേയമായ
മാധ്യമപ്രവർത്തനത്തിലൂടെ ഇത്തരത്തിലുള്ള യാത്രാ കുടികൾ ചെയ്തു. നമുക്കിടയിലെ പ്രിയങ്കനായ മുജീബ് റഹ്മാൻ നാക്കോടിന് സ്നേഹോപഹാരം പ്രിയപ്പെട്ട MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH ആയിഷ ബാനു കൈമാറുന്നു. ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കനായ ശ്രദ്ധേയനായ എഴുത്തുകാരൻ KM ഷാഫി സാറിനുള്ള സ്നേഹോപഹാരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മലയിൽ അബ്ദുറഹിമാൻ മാസ്റ്റർ കൈമാറുന്നു. സ്നേഹപൂർവ്വം ഇരുവരെയും. താങ്ക് യു ടു ഓൾ. അതിമനോഹരമായ ഈ സെഷൻ ഇന്നത്തെ ദിവസം ഗംഭീരമാക്കിയ മുഴുവൻ ആളുകൾക്കും ഹൃദയംഗമമായ സംഘാടക സമിതിയുടെ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. നാളെ കൃത്യം 4 മണിക്ക് തിരയും തീരവും എന്ന സെഷനിൽ ET മുഹമ്മദ് ബഷീർ സാഹിബ് MP-യും ഫൈസൽ അളേറ്റിലും ഹാമിദ് അലി വാഴക്കാടും സംവദിക്കുമ്പോൾ കൃത്യം 5 മണിക്ക്